Good evening, dears. Today, let's learn a very important lesson on dangers of drug abuse. You know, this lesson, the dangers of drug abuse, is very important. It's a focus area lesson. Let's learn that article. It's an article written by Hardin B. Jones. I know you have a lot of doubts. I will clear all your doubts after the class. Okay, let's move on. Page number 119, Dangers of Drug Abuse. That is written by Dr. Hardin B. Jones. Hardin B. Jones is a doctor. And this article, it's a timely warning to the modern society. നിങ്ങൾക്ക് ആ ഒരു ടൈറ്റിൽ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്, ആ ടൈറ്റിൽ നിന്ന് നമുക്ക് കാര്യം മനസ്സിലാവും. ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്. Abuse means misuse. Dangers of misusing the drugs. Drugs means, ഡ്രഗ്സ് എന്ന് നമ്മൾ സാധാരണ പറയുന്നത് മയക്കുമരുന്നാണ് അല്ലേ? അങ്ങനെയല്ല, ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ നമുക്കത് രണ്ട് തരത്തിൽ പറയാം. ഇറ്റ് മേ ബി മെഡിസിനൽ ഡ്രഗ്സ് ഓർ സെൻഷ്വൽ ഡ്രഗ്സ്. സെൻഷ്വൽ ഡ്രഗ്സും ആകാം. സാധാരണ നമ്മൾ ഈ സെൻഷ്വൽ ഡ്രഗ്സ്, നമ്മളൊരു ഡ്രഗ് എടുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സെൻഷ്വൽ ഫീലിംഗ് ഉണ്ടാകുന്ന ആ ഡ്രഗ്സിനെയാണ് സാധാരണ ഡ്രഗ്സ് എന്ന് പറയുന്നത്. അങ്ങനെയല്ല, ഏത് മെഡിസിനെയും നമുക്ക് ഡ്രഗ്സ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്നും ധാരാളം നിങ്ങൾക്ക് എന്താ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. എസ്പെഷ്യലി 8 marks ക്വസ്റ്റ്യൻ. ഇറ്റ് മേ ബി എ സ്പീച്ച്, എസ്സേ, ആർട്ടിക്കിൾ. അങ്ങനെ നമുക്ക് ലാസ്റ്റ് 8 marksൻ്റെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ പഴയ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഈ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതുപോലെ തന്നെ 3 L's ഓഫ് എംപവർമെൻറ്റ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അപ്രീസിയേഷൻ 8 marksൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരാം. പിന്നെ ചിലപ്പോൾ ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ വിത്ത് റെസ്യൂമെ. അപ്പോൾ 8 marksന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് ഈ ലെസണിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ധാരാളം ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ചോദിക്കാം. ഞാൻ ആ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് ലെസണിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഒരു സ്പീച്ച് ചോദിക്കാം, എസ്സേ, ആർട്ടിക്കിൾ. ചിലപ്പോൾ ഒരു സെമിനാർ നിങ്ങളുടെ സ്കൂളിൽ നടക്കാൻ പോവുകയാണ്. അപ്പോൾ ആ സെമിനാറിന് വേണ്ടി, അതായത് ഈ ഡ്രഗ് യൂസിനെ കുറിച്ച്, ഡ്രഗ് അബ്യൂസിനെ കുറിച്ച് ഒരു സെമിനാർ നടത്തുന്നതിന് വേണ്ടി, അതിനു വേണ്ടി ഒരു സെമിനാർ പേപ്പർ പ്രിപ്പയർ ചെയ്യാൻ ചോദിക്കാം. അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങളുടെ സ്കൂളിൽ ഒരു സെമിനാർ നടന്നു, അതിൻ്റെ പ്രിപ്പയർ റിപ്പോർട്ട് ഓഫ് ദ സെമിനാർ. ഇറ്റ് മേ ബി 6 marks, 5 or 6 marksനൊരു റിപ്പോർട്ട് ഓഫ് എ സെമിനാർ എഴുതാൻ ചോദിക്കാം. പിന്നെ റൈറ്റപ്പ് ചോദിക്കാം, റൈറ്റപ്പ് ഓൺ മെൻ്റൽ ഇമ്പാക്റ്റ് ഓഫ് ഡ്രഗ് അബ്യൂസ്. ഇങ്ങനെ നമ്മൾ ഡ്രഗ്സ് ധാരാളം യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഫിസിക്കലായിട്ട് മെൻ്റലായിട്ടൊക്കെ ഒത്തിരി ചേഞ്ചസ് നമ്മുടെ ബോഡിയിലുണ്ടാകാം. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ്, ഓവർ യൂസ് അല്ലെങ്കിൽ മിസ്യൂസ് ഓഫ് ഡ്രഗ്സ്, അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് ചോദിച്ചൊരു റൈറ്റപ്പ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും വരാം. പിന്നെ 4 and against ക്വസ്റ്റ്യൻസ് ചോദിക്കാം. 4 marks or 3 marksന് 4 and against വരാം. Then some suggestions or advice. Sometimes you might have known that one of your friends is addicted to drugs. Prepare 3 suggestions to advise your friend. അല്ലേ, നിങ്ങളുടെ ഫ്രണ്ടിന് എന്തെങ്കിലും ഒരു അഡ്വൈസ് കൊടുക്കാൻ അല്ലെങ്കിൽ സജഷൻസ് കൊടുക്കാൻ ഒരു 2-3 കാര്യങ്ങൾ അങ്ങനെ എഴുതാനും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസിൽ നിന്നും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അതുതന്നെ ഈ ടെക്സ്റ്റിലെ സെയിം ആൻസർ അല്ലെങ്കിൽ സെയിം സെൻറ്റൻസ് തന്നെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഈ ജനറൽ ക്വസ്റ്റ്യൻ വരുന്നതിനേക്കാളും ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് ഈ ലെസണിൽ നിന്നും, ഈ ലെസൺ ബേസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഇത് വായിക്കുന്നതിൽ നിന്ന് തന്നെ ആ സെയിം സെൻറ്റൻസ് യൂസ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ ലെസൺ ബേസ് ചെയ്ത് ഞാനൊരു ജനറൽ ആൻസർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് അത് ബേസ് ചെയ്ത് ഒരു ആർട്ടിക്കിൾ, എസ്സേ അല്ലെങ്കിൽ സ്പീച്ച് ചോദിച്ചാൽ ഏത് ക്വസ്റ്റ്യനും എഴുതാൻ സാധിക്കുന്ന തരത്തിലൊരു ആൻസർ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഞാൻ നാളെ നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാം കേട്ടോ. സെർച്ച് ചെയ്യുക, സുനിതാസ് ഫേവറിറ്റ് വേൾഡ് ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്. അങ്ങനെ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ആ ആൻസർ കിട്ടും.
അതും പിന്നെ അത് മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. ഈ ടെക്സ്റ്റിൽ സെയിം സെൻറ്റൻസ് കുറേ കാര്യങ്ങളുണ്ട്. ഇത് വളരെ സിമ്പിളായ കാര്യങ്ങളാണ്. അപ്പോൾ ഇത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും അല്ലേ നല്ലൊരു ആൻസർ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അത് തന്നെ ഇതൊരു ഫോക്കസ് ഏരിയ ലെസൺ ആണ്. ഫോക്കസ് ഏരിയ ആണോ നോൺ ഫോക്കസ് ഏരിയ ആണോ എന്നൊന്നും നിങ്ങൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാതെ ഇതുവരെ പഠിപ്പിച്ച എല്ലാ പോർഷനും പഠിച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും ഫുൾ മാർക്ക് അല്ലെങ്കിൽ A+ വളരെ ഈസിയായി സ്കോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് റിട്ടൺ ബൈ ഹാർഡിൻ ബി ജോൺസ്. റീഡ് ആൻഡ് റിഫ്ലക്റ്റ്. ആ മുകളിലുള്ള കുറച്ച് കാര്യങ്ങൾ ഒരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള ഒന്ന് ജസ്റ്റ് ഞാൻ വായിക്കുകയാണ്. You have now understood the urgency of the task to protect the world around us. Will this alone suffice? Suffice means sufficient. Can a society thrive without ensuring that the individuals maintain a healthy lifestyle? Won't life itself be in jeopardy? Jeopardy means danger. Won't life itself be in jeopardy if individuals surrender themselves to different kinds of addiction? അല്ലേ, ഇപ്പം നമ്മുടെ ഈ സൊസൈറ്റിയിലെ ആൾക്കാർ തന്നെ പല കാര്യങ്ങളിൽ അഡിക്ഷൻ ആയാൽ അതിന് അല്ലേ നമ്മുടെ സൊസൈറ്റി തന്നെ അതൊരു ഡേഞ്ചറാണ്. നമ്മുടെ അവർ ലൈഫ് ഇറ്റ് സെൽഫ് ബി ഇൻ ഡേഞ്ചർ. ജോപ്പഡി മീൻസ് ഡേഞ്ചർ അല്ലേ. അപ്പോൾ അങ്ങനെ ഡേഞ്ചർ ആകാവുന്ന നമ്മളിപ്പോൾ ഒരു ഡ്രഗ്സിന് അഡിക്റ്റ് ആയാൽ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിന് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിന് തന്നെ എന്തൊക്കെ ഡേഞ്ചേഴ്സ് സംഭവിക്കാമെന്നതിനെ കുറിച്ചാണ് ഈ ഒരു ആർട്ടിക്കിൾ അല്ലേ. ഇപ്പോൾ നമ്മൾ ഓവർ യൂസ് ഓഫ് ഡ്രഗ്സ് അല്ലെങ്കിൽ സെൻഷ്വൽ ഡ്രഗ്സ് എടുത്താൽ നമുക്ക് ഫിസിക്കലായിട്ട് എന്തൊക്കെ ചേഞ്ചസ് വരാം, എന്തൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാം, മെൻ്റലായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളിൽ ചേഞ്ചസ് ഉണ്ടാകാം. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ ആർട്ടിക്കിൾ കേട്ടോ. വളരെ ഒരു ഒതൻറ്റിക്കായിട്ട് തന്നെ ഈ റൈറ്റർ എഴുതിയിട്ടുണ്ട്. വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് പഠിക്കാം. നോക്കിക്കോളൂ. അപ്പോൾ അതിനോട് റിലേറ്റ് ചെയ്ത് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഡ്രഗ്സ് റിലേറ്റഡ് ആയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ പറയട്ടെ. അഡിക്ഷൻ ഈസ് എ ഫാമിലി ഡിസീസ്. One person may use, but the whole family suffers. The words of Shelley Lewis. Again I am telling, addiction is a family disease. One person may use, but the whole family suffers. അല്ലേ, ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരാൾ ഡ്രഗിന് അഡിക്റ്റ് ആണെങ്കിൽ അത് നമ്മുടെ ഫാമിലിയെ നമ്മുടെ ഫാമിലിയെ അത് അഫക്റ്റ് ചെയ്യും. പിന്നെ അത് നമ്മുടെ സൊസൈറ്റിയെ തന്നെ അഫക്റ്റ് ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളോട് ഈ ഡ്രഗ് യൂസിനെ കുറിച്ച് ഒരു ഡ്രഗ് യൂസിനെ അതിനെ എതിരായിട്ട് ഒരു സിമ്പിൾ നോട്ടീസ് നമ്മൾ പറയുന്ന മറ്റൊരു വേർഡാണ് പോസ്റ്റർ. ഇപ്പോൾ നമ്മുടെ സ്കൂൾ പ്രിമൈസസിലൊക്കെ ഡ്രഗ് അബ്യൂസിന് എതിരായിട്ട് ചില പോസ്റ്റേഴ്സ് വയ്ക്കാൻ പറഞ്ഞാൽ നമുക്ക് വയ്ക്കാവുന്ന അല്ലേ നല്ലൊരു പോസ്റ്ററാണ്. നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ ഒത്തിരി പറയുന്നുണ്ടായിരിക്കും. ഒരെണ്ണം ഏതാ? ലീവ് ഡ്രഗ്, ലീവ് ലൈഫ്. ആദ്യത്തെ ലീവിൻ്റെ സ്പെല്ലിംഗ് LEAV. ലീവ് ഡ്രഗ്, ദാറ്റ് മീൻസ് ഗിവ് അപ്പ് ഡ്രഗ്സ് ഉപേക്ഷിക്കുക. ലീവ് ലൈഫ്, LIVE, ലീവ് ലൈഫ്. ഡോണ്ട് ഹഗ് ദ ഡ്രഗ് അല്ലേ. അങ്ങനെ കുഞ്ഞ് സിമ്പിളായിട്ടുള്ള നമുക്ക് പോസ്റ്റേഴ്സൊക്കെ യൂസ് ചെയ്യാം. അഗെയിൻ, ലീവ് ഡ്രഗ്, ലീവ് ലൈഫ്. ഡോണ്ട് ഹഗ് ദ ഡ്രഗ്. Drug addiction, endless affliction. Drug addiction, endless affliction. Affliction means suffering അല്ലേ. നമ്മൾ ഡ്രഗിന് അഡിക്റ്റ് ആയാൽ അത് നമുക്ക് എൻഡ്ലെസ് ആയി നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു സഫറിങ് ആകാം. അപ്പം അങ്ങനെ ഒരു സിമ്പിൾ പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ നോട്ടീസസ് നമ്മുടെ സ്കൂൾ പ്രിമൈസസ് അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വയ്ക്കാവുന്ന ഒരു 1 or 2 മാർക്സിന് ഇങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്കിത് എഴുതാം. ഓക്കെ, ഇനി നോക്കിക്കോളൂ. ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്, പേജ് നമ്പർ 119. Drugs have been discovered to prevent and cure physical diseases and reverse the disturbances that occur in some mental illnesses. Drugs have been discovered to prevent and cure physical diseases. ഡ്രഗ്സ് ശരിക്കും ഡിസ്കവർ ചെയ്തത് അത് കണ്ടുപിടിച്ച് എന്തിനാണെന്ന് ചോദിച്ചാൽ
ടു പ്രിവെൻറ്റ് ആൻഡ് ക്യൂർ ഫിസിക്കൽ ഡിസീസസ്. നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ചില ഡിസീസസിന് അത് ക്യൂർ സുഖമാക്കുന്നതിന് വേണ്ടി, അല്ലെ, നമുക്ക് ഫിസിക്കലായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അതിനെ സുഖമാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത്. ആൻഡ് റിവേഴ്സ് ദ ഡിസ്റ്റർബൻസസ് ദാറ്റ് ഒക്കർ ഇൻ സം മെൻ്റൽ ഇൽനെസ്സസ്. അതുപോലെ മെൻ്റലായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും അതും ഒന്ന് കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത്. Excitement over what drugs can do has led people to believe that any ailment, infective or psychic, can be relieved by taking a pill. Excitement over what drugs can do has led people to believe that any ailment means any disease, അല്ലെ, ഏത് അസുഖവും നമുക്ക്, ദറ്റ് മേ ബി ഇൻഫെക്റ്റീവ് ഓർ സൈക്കിക്. സൈക്കിക് മീൻസ് ദറ്റ് ഈസ് റിലേറ്റഡ് ടു അവർ മൈൻഡ്. നമ്മുടെ ബോഡിയോ അല്ലെങ്കിൽ മനസ്സിനെയോ ബാധിച്ച ഏത് കാര്യത്തിനും നമുക്ക് ഒരു പിൽ, അല്ലേ, ഒരു പിൽസ് അല്ലെങ്കിൽ ഒരു മെഡിസിൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് റിലീഫ് കിട്ടും എന്നുള്ള ആ ഒരു ബിലീഫ്, വിശ്വാസമാണ് ആൾക്കാരെ കൂടുതൽ ഡ്രഗ്സ് അല്ലെങ്കിൽ മെഡിസിൻസ് യൂസ് ചെയ്യുന്നതിന് വേണ്ടി അവരെ കമ്പൽ ചെയ്യുന്നത്. അറ്റ് ദ ഫസ്റ്റ് സൈൻ ഓഫ് നെർവസ്നെസ് ദേ ട്രൈ പിൽസ്. അറ്റ് ദ ഫസ്റ്റ് സൈൻ ഓഫ് നെർവസ്നെസ്, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നിയാൽ ഉടൻ തന്നെ നമ്മൾ പെട്ടെന്ന് പിൽസ് എടുക്കും. അപ്പോൾ ഇതിൽ കുറേ ടേംസ് ഉണ്ട്, അതിൻ്റെ എല്ലാ മീനിങ്സ് ലാസ്റ്റ് ഉണ്ട്. പേജ് നമ്പർ 123 ഗ്ലോസറിയിലുണ്ട് കേട്ടോ. പേജ് നമ്പർ 123 ഗ്ലോസറി. പെപ്പിൾസ് മീൻസ് പിൽസ് വിച്ച് ക്യാൻ ഇൻക്രീസ് വിഗർ. നമ്മളെ ഒന്ന് വിഗറാക്കും, നമ്മളൊന്ന് ആക്റ്റീവ് ആക്കുന്നതിനുള്ള മെഡിസിനാണ് പെപ്പിൾസ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു നെർവസ്നെസ് തോന്നുമ്പോൾ നമ്മൾ പെട്ടെന്ന് പെപ്പിൾസ് എടുക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ചെറിയൊരു ഹെഡേക്ക്, അല്ലെ, ഒരു തലവേദന വരുമ്പോൾ തന്നെ പെട്ടെന്ന് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് പാരസെറ്റമോൾ. ഒരു പാരസെറ്റമോൾ അല്ലെങ്കിൽ ഒരു ഡോളോ കഴിക്കും, നമുക്കൊരു റിലീഫ് കിട്ടും. പക്ഷേ നമ്മൾ അതിനങ്ങ് അഡിക്റ്റ് ആവും, അല്ലേ. ഒരു പ്രാവശ്യം നമുക്കൊരു ഹെഡേക്ക് വരുമ്പോൾ നമ്മളൊരു, അല്ലെങ്കിൽ വയറുവേദന, തലവേദന വരുമ്പോൾ പാരസെറ്റമോൾ കഴിക്കുന്നു. അടുത്ത പ്രാവശ്യം അതുപോലെ ഒരു വേദന വരുമ്പോൾ അങ്ങനെ ഒരു മെഡിസിൻ എടുത്താലേ നമുക്കതിന് ക്യൂർ കിട്ടുകയുള്ളൂ. അല്പം പോലും നമുക്കതിനെ ഒന്ന് സഹിക്കാനുള്ളൊരു സഹനശക്തി നമുക്കിപ്പോൾ കുറഞ്ഞു പോവുകയാണ് കേട്ടോ. ഓക്കെ, നോക്കിക്കോളൂ. മെഡിക്കൽ ജേർണൽസ് നൗ അഡ്വർടൈസ് ട്രാങ്കുലൈസേഴ്സ്, ആംഫിറ്റമൈൻസ് and other mood-altering drugs. Doctors prescribe them and the public expects miracle from them. At the first sign of nervousness, they try pills. Medical journals now advertise tranquilizers. What is tranquilizer? Page number 123. Tranquilizer means drugs used for reducing anxiety. നമ്മുടെ ഒരു ആങ്സൈറ്റി റെഡ്യൂസ് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന മെഡിസിനാണ് ട്രാങ്കുലൈസർ. ആംഫിറ്റമൈൻസ്, ദറ്റ് ഈസ് കോമ്പൗണ്ട്സ് യൂസ്ഡ് ആസ് ഡ്രഗ്സിന് യൂസ് ചെയ്യുന്ന ചില കോമ്പൗണ്ട്സ് ഓഫ് മെഡിസിനാണ്. ഓക്കെ, സോ മെഡിക്കൽ ജേർണൽസ് അഡ്വർടൈസ് ട്രാങ്കുലൈസേഴ്സ്, ആംഫിറ്റമൈൻസ് ആൻഡ് അതർ മൂഡ് ഓൾട്ടറിങ് ഡ്രഗ്സ്. Doctors prescribe them and the public expects miracle from them. ഡോക്ടേഴ്സ് ഈ മെഡിസിൻ എല്ലാം പ്രിസ്ക്രൈബ് ചെയ്യും, പബ്ലിക്കായിട്ടുള്ള നമ്മൾ അതിൽ നിന്നും മിറക്കിൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. In such an atmosphere, it is not surprising that drug abuse has spread. In such an atmosphere, it is not surprising that drug abuse has spread. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആൾക്കാർ ഡ്രഗ് അബ്യൂസ് ചെയ്യുക. അബ്യൂസ് മീൻസ് മിസ്യൂസ്. ദാറ്റ് ഡ്രഗ് അബ്യൂസ് ഹാസ് സ്പ്രെഡ്. ഡ്രഗ് അബ്യൂസ് ചെയ്യുന്നത് സ്പ്രെഡ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് അതിശയം വേണ്ട, അല്ലേ. അപ്പോൾ ഇതിലെ കോമൺ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന സെൻറ്റൻസുകൾ പഠിച്ചേക്കുക. അത് നമുക്ക് ഇതിൽ എസ്സേ അല്ലെങ്കിൽ ആർട്ടിക്കിൾ വരുമ്പോൾ എഴുതാം. അപ്പോൾ ഒരു എസ്സേ അല്ലെങ്കിൽ ആർട്ടിക്കിൾ ചോദിച്ചാൽ നല്ലൊരു സെൻറ്റൻസ് എഴുതി സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് പാരഗ്രാഫ്. When people become dependent on drugs to solve their problems, they lose the capacity to deal with life situations through perseverance, self-discipline, and mental effort. See? When people become dependent on drugs to solve their problems,
ഏതെങ്കിലും നമ്മുടെ ഒരു മെൻ്റലായിട്ട് അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള കാര്യം സോൾവ് ചെയ്യുന്നതിന് നമ്മൾ മെഡിസിൻ ഡിപ്പെൻഡ് ചെയ്താൽ they lose the capacity to deal with life situations through perseverance. Perseverance means സ്ഥിരോത്സാഹം. നമ്മളൊന്ന് സഹിച്ച് ക്ഷമയോടുകൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ ഒന്ന് തരണം ചെയ്യുന്നതിനുള്ള ആ ഒരു കപ്പാസിറ്റി നമുക്ക് നഷ്ടപ്പെടുകയാണ്. They lose the capacity to deal with life situations through perseverance, self-discipline and mental effort. It is now often considered naive to expend energy on solving a problem when there is an easy way out. It is now often considered naive. Naive means foolish. അല്ലേ, ഇപ്പം അങ്ങനെ ചെയ്യുന്നതൊക്കെ ഒരു ഫൂളിഷ് ആയിട്ട് തോന്നുകയാണ്. ടു എക്സ്പെൻഡ് എനർജി ഓൺ സോൾവിങ് എ പ്രോബ്ലം വെൻ ദർ ഈസ് എൻ ഈസി വേ ഔട്ട്. എളുപ്പത്തിൽ നമുക്ക് ക്യൂർ ആക്കാവുന്ന അല്ലെങ്കിൽ സോൾവ് ചെയ്യാവുന്ന ഒത്തിരി കാര്യങ്ങളുള്ളപ്പോൾ പേഴ്സിവറൻസിലൂടെ അല്ലെ നമ്മളൊന്ന് ക്ഷമിച്ച് സഹിച്ച് ഈ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാനുള്ള മനുഷ്യരുടെ ആ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടുന്നുണ്ട്. ഇറ്റ് ഈസ് എ സിമ്പിൾ സ്റ്റെപ്പ് ഫ്രം ലുക്ക് വാട്ട് ഡ്രഗ്സ് ഡു ഫോർ മീ when I feel depressed to imagine what drugs can do for me when I feel good already. കണ്ടോ, നമ്മൾ ഇപ്പോൾ ഒരു ഫീൽ ഡിപ്രസ്ഡ്, നമ്മൾ ഡിപ്രസ് ആകുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഡ്രഗ്സ് എടുക്കുന്നതിനേക്കാൾ ആൾക്കാർ വിചാരിക്കുന്നത് അങ്ങനെ നമ്മൾ ഡ്രഗ് യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു റിലീഫ് കിട്ടുകയാണെങ്കിൽ നമുക്ക് പിന്നെ നമ്മൾ സുഖമായിരിക്കുമ്പോൾ തന്നെ ഡ്രഗ്സ് എടുത്താൽ നമുക്ക് കുറച്ചും കൂടെ ആക്റ്റീവ് ആകില്ലേ എന്നാണ് നമ്മുടെ ഒരു സംശയം, ധാരണ അല്ലേ. ലെറ്റ്സ് മൂവ് ഓൺ ടു നെക്സ്റ്റ് പേജ് നമ്പർ 120. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ജനറലായിട്ട് ഒരു ഇൻട്രഡക്ഷനായിട്ട് അതിൽ നിന്നും കുറച്ച് സെൻറ്റൻസ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ലാസ്റ്റ് പാർട്ടിലാണ് കേട്ടോ. മെൻ്റൽ എന്തൊക്കെ ഡ്രഗ് യൂസ് ചെയ്യുന്നത് കാരണം നമുക്കുണ്ടാകുന്ന മെൻ്റൽ ഡിസോർഡേഴ്സ്, ഫിസിക്കൽ ഡിസോർഡേഴ്സ്, ഹെൽത്ത് പ്രോബ്ലംസ്, ഈ 3 കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് വരുന്നതേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാണ്. പേജ് നമ്പർ 120. A distinction must be made, however, between medicines and the sensual drugs. There is a difference between medicinal drugs and sensual drugs. We must not disdain means contempt. നമ്മളങ്ങനെ പുച്ഛിച്ച് കളയേണ്ട കാര്യമില്ല. The real and important advances science has made a lot of advantages. The history of the medical use of drugs goes back 23 centuries to Hippocrates, the Greek physician who is regarded as the father of medicine. You know, Hippocrates is regarded as the father of medicine. Hippocrates was the Greek physician, Greek doctor ആയിരുന്ന ഹിപ്പോക്രാറ്റ്സ് ആണ്. ഹി ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് മെഡിസിൻ. അതുകൊണ്ടാണ് നമ്മൾ ഏതെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ അവിടെ ഒരു ഹിപ്പോക്രാറ്റ്സിൻ്റെ ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. കാരണം ഹിപ്പോക്രാറ്റ്സ് ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് മെഡിസിൻ. മിക്കവാറും എല്ലാ ഹോസ്പിറ്റലിലും നിങ്ങൾ ഇനി പോകുമ്പോൾ ശ്രദ്ധിക്കണം, അതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിലും അവിടെയും ഹിപ്പോക്രാറ്റ്സിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് കാണാം. വൈ? ബിക്കോസ് ഹിപ്പോക്രാറ്റ്സ് ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് മെഡിസിൻ. The Greek physician who is regarded as the father of medicine. He was the first to recognize that a remedy must take into account not only the symptoms of the disease but also the constitution and habits of the patient. He was the first person to recognize that. ഈ ഹിപ്പോക്രാറ്റ്സ് ആണ് ആദ്യമായിട്ട് റിക്കഗ്നൈസ് ചെയ്തത്. എന്താ കാര്യം? എ റെമഡി മസ്റ്റ് ടേക്ക് ഇൻ ടു അക്കൗണ്ട്. റെമഡി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഒരു ഡോക്ടറെ അടുത്ത് ചെന്നാൽ ആ എന്തെങ്കിലും ഒരു അസുഖമായിട്ട് ചെല്ലുമ്പോൾ അവർക്കൊരു റെമഡി, ഒരു പരിഹാരം കൊടുക്കണമല്ലോ. എന്ന് പറഞ്ഞാൽ ആ ഒരു ഡിസീസിന് ഒരു മെഡിസിൻ കൊടുക്കുമ്പോൾ ഈ ഡോക്ടർ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഏതൊക്കെയാ? ദ സിംറ്റംസ് ഓഫ് ദ ഡിസീസ് ആൻഡ് ഓൾസോ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഹാബിറ്റ്സ് ഓഫ് ദ പേഷ്യൻറ്റ്. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എന്തൊക്കെ അസുഖം എന്നൊക്കെ ഡോക്ടർ ചോദിക്കും അല്ലേ.
അപ്പോൾ സിംറ്റംസ് ചോദിക്കും, ദ സിംറ്റംസ് ഓഫ് ദ ഡിസീസ്, ദെൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഹാബിറ്റ്സ് ഓഫ് ദ പേഷ്യൻറ്റ്. ഡോക്ടേഴ്സ് ചോദിക്കും നമുക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് ചോദിക്കും. പിന്നെ നമ്മുടേതായ ചില കാര്യങ്ങളൊക്കെ ചോദിക്കും. പ്രത്യേകിച്ച് ഹോമിയോ മെഡിസിനൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പം മെഡിസിൻ തരുന്നതിന് മുമ്പേ കുറേ കാര്യങ്ങൾ നമ്മോട് ചോദിക്കും ഡോക്ടേഴ്സ്. അങ്ങനെ അറിഞ്ഞതിന് ശേഷമാണ് ഡോക്ടേഴ്സ് നമുക്ക് മെഡിസിൻ തരുന്നത് അല്ലേ? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു അത്രയ്ക്കൊന്നും ഇപ്പോൾ ഓവർ ഡോസ്, നല്ല ഡോസ്, ഹൈ ഡോസ് ആയിട്ടുള്ള ഒരു മെഡിസിൻ കൊടുത്താൽ അത് ഒരു ഡോക്ടർ ഒരു പേഷ്യൻറ്റിന് കൊടുക്കുമ്പോൾ ആ ഡോക്ടർ അറിയണം എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ പേഷ്യൻറ്റിന് ഈ മെഡിസിൻ താങ്ങാനുള്ള കഴിവുണ്ടോ അല്ലേ? അല്ലെങ്കിൽ ചിലപ്പോൾ ഈ കൊടുക്കുന്ന മെഡിസിൻ കാരണം ആ പേഷ്യൻറ്റ് മരിച്ചു പോകാം അല്ലേ? ഓവർ ഡോസായി പോകാം. സോ വെൻ എ ഡോക്ടർ ഗീവ്സ് എ മെഡിസിൻ, he must consider two things. One, a remedy must take into account. Two, the symptoms of the disease. ആ ഡിസീസിൻ്റെ സിംറ്റംസ് അനുസരിച്ചതായിരിക്കണം. സെക്കൻഡ് വൺ, he must give the medicine and it should be considered to the constitution and habits of the patient. ആ പേഷ്യൻറ്റിൻ്റെ ഒരു ഹാബിറ്റ്സും അയാൾക്ക് താങ്ങാൻ പറ്റുന്നതാണോ എന്ന് നോക്കിയിട്ട് വേണം കൊടുക്കേണ്ടത്. ആ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കിക്കോണം കേട്ടോ. ഹിപ്പോക്രാറ്റ്സ് ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് മെഡിസിൻ, and he was the first person to recognize that a remedy must take into account not only the symptoms of the disease but also the constitution and habits of the patient. Next paragraph. His principles have come down to us as the dictum that the medicine must specifically suit the disease and the patient. അപ്പോൾ ആ പറഞ്ഞതിൻ്റെ ബേസിക്കായിട്ട് അതിനെ ബേസ് ചെയ്ത് പറയുകയാണ്. ഹിസ് പ്രിൻസിപ്പിൾസ് ഹാവ് കം ഡൗൺ ടു ആസ് ആസ് ദ ഡിക്റ്റം. ഡിക്റ്റം മീൻസ് സെയിങ്, ഒരു ചൊല്ലായി തീർന്നിട്ടുണ്ട്. എന്താ അത്? ദ മെഡിസിൻ മസ്റ്റ് സ്പെസിഫിക്കലി സ്യൂട്ട് ദ ഡിസീസ് ആൻഡ് ദ പേഷ്യൻറ്റ്. അപ്പോൾ ഒരു ഡോക്ടർ ഒരു പേഷ്യൻറ്റിന് ഒരു മെഡിസിൻ കൊടുത്താൽ ദാറ്റ് ഷുഡ് സ്യൂട്ട് ദ ഡിസീസ് ആൻഡ് ദ പേഷ്യൻറ്റ്. അപ്പോൾ ഞാനിപ്പോൾ കേൾക്കുമ്പോൾ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന സിമ്പിൾ സെൻറ്റൻസ് നിങ്ങളുടെ ടെക്സ്റ്റിൽ അണ്ടർലൈൻ ചെയ്തേക്കുക. ഈ ലെസൺ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഈ ടെക്സ്റ്റിലെ സെയിം സെൻറ്റൻസ് തന്നെ പഠിച്ചാൽ മതി കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. ദ മെഡിസിൻ മസ്റ്റ് സ്യൂട്ട് ദ ഡിസീസ് ആൻഡ് ദ പേഷ്യൻറ്റ്. ഡോക്ടർ കൊടുക്കുന്ന ആ മെഡിസിൻ ആ പേഷ്യൻറ്റിനും അതുപോലെ തന്നെ ആ ഡിസീസ്, ആ അസുഖത്തിനും സ്യൂട്ടബിൾ ആയതായിരിക്കണം. That is, when there is a disorder, only a drug that specifically mitigates that disorder should be used. That means, when there is a disorder, നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഡിസോർഡർ ഉണ്ടാകുമ്പോഴാണ് അത് ഡിസീസ്, എന്തെങ്കിലും അസുഖമായിട്ട് വരുന്നത് അല്ലേ? അപ്പോൾ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഡിസോർഡർ ഉണ്ടാകുമ്പോൾ, when there is a disorder, only a drug that specifically mitigates. Mitigate means lessen, കുറയ്ക്കുക, reduce ചെയ്യുക. A drug means medicine. A medicine that should mitigate, lessen that disorder should be used. അപ്പോൾ ആ ഡോക്ടർ കൊടുക്കുന്ന മെഡിസിൻ എന്താണോ ആ അസുഖം അത് കുറയ്ക്കുന്നതായിരിക്കണം. അല്ലാതെ ഡോക്ടർ ഒരു മെഡിസിൻ കൊടുക്കുമ്പോഴേക്കും ആ അസുഖം അങ്ങോട്ട് കൂടാൻ പാടില്ല. That is, when there is a disorder, only a drug that specifically mitigates that disorder should be used. The drug should also have restorative effects. The drug should also have restorative effect. Restorative means restore ചെയ്യുക അല്ല. ഈ മെഡിസിൻ കഴിക്കുമ്പോൾ ആ പേഷ്യൻ്റ് അല്ലെങ്കിൽ അയാൾ വീണ്ടും ആ പഴയ സ്ഥിതിയിലേക്ക് അയാൾക്ക് വരാൻ പറ്റണം. Or it will unbalance healthy functions of the brain and body. Otherwise, it will unbalance the healthy functions of the brain and the body. അല്ലെങ്കിൽ ആ മെഡിസിൻ കാരണം ആ പേഷ്യൻറ്റിൻ്റെ ബ്രെയിനും ബോഡിയും ഒക്കെ അൺബാലൻസ് ആയി മാറും. The correlative of this principle is that a healthy person cannot benefit from taking a drug. Okay, that means a healthy person is not benefited by using a drug. ഇപ്പം നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നമുക്ക് ഒരു മെഡിസിൻ എടുക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു ചേഞ്ചും
വരില്ല അല്ലേ? എ ഹെൽത്തി പേഴ്സൺ cannot benefit from taking a drug. This too comes from Hippocrates, who said, person in good health quickly lose their strength by taking purgative medicines. Purgative means curable അല്ലെ, ക്യൂർ ആവുക, നമുക്ക് സുഖമാകുന്ന അല്ലെ. പെർഗേറ്റീവ് മെഡിസിൻസ്, ക്യൂറബിൾ ഡിസീസസ്, ക്യൂറബിൾ മെഡിസിൻസ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു അസുഖത്തിന് നമ്മൾ മെഡിസിൻ എടുക്കുമ്പോൾ നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ എ പേഴ്സൺ ഇൻ ഗുഡ് ഹെൽത്ത് ക്വിക്ക്ലി ലൂസ് ദെയർ സ്ട്രെങ്ത്, ആ ഉള്ള സ്ട്രെങ്ത് നഷ്ടമാകും വെറുതെ മെഡിസിൻസ് എടുക്കുമ്പോൾ. ഇപ്പോൾ ചില ആൾക്കാരെ എനിക്കറിയാം മെഡിസിനൊക്കെ എടുക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ആൾക്കാർ അല്ലേ, അവർക്ക് മെഡിസിൻ എടുക്കാതെ തന്നെ അവർ മാക്സിമം നാച്ചുറലായിട്ട് ക്യൂർ ആകുന്നതിന് വേണ്ടി ശ്രമിക്കാറുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു ഹെൽത്ത് അങ്ങനെ അവർ അതങ്ങനെ റീറ്റെയിൻ ചെയ്ത് നിർത്തും. നെക്സ്റ്റ് പാരഗ്രാഫ്, പേജ് നമ്പർ 120, ലെഫ്റ്റ് സൈഡിലെ ലാസ്റ്റ് പാര. The distinction between medicines and sensual drugs is simple. The distinction between the medicinal drugs and sensual drugs is simple. Sensual drugs are those that the body has no need for. സെൻഷ്വൽ ഡ്രഗ് എന്ന് പറഞ്ഞാൽ നമുക്കത് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ളതല്ല, ബട്ട് ദാറ്റ് ഗീവ് ദ യൂസർ എ സ്ട്രോങ് സെൻസ് ഓഫ് പ്ലഷർ. പക്ഷേ സെൻഷ്വൽ ഡ്രഗ്സ് എടുക്കുമ്പോൾ അത് യൂസ് ചെയ്യുന്ന ആളിന് ദാറ്റ് ഗീവ്സ് ദ യൂസർ എ സ്ട്രോങ് സെൻസ് ഓഫ് പ്ലഷർ. അതങ്ങോട്ട് എടുക്കുമ്പോഴത്തേക്ക് എന്തോ ഒരു ഭയങ്കര ഒരു അനുഭൂതിയിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അവർ സെൻഷ്വൽ ഡ്രഗ്സ് എടുത്ത് ആ ഫീലിങ്സ് കിട്ടുന്നതിന് വേണ്ടി അല്ലേ, അവരുടെ സെൻസിനെയെല്ലാം അല്ലേ, നമ്മുടെ സെൻസിനെയെല്ലാം അതൊന്ന് ആക്റ്റീവ് ആക്കും. ഓക്കെ, ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ മെഡിസിൻസ് ആൻഡ് സെൻഷ്വൽ ഡ്രഗ്സ് ഈസ് സിമ്പിൾ. സെൻഷ്വൽ ഡ്രഗ്സ് ആർ ദോസ് ദാറ്റ് ദ ബോഡി ഹാസ് നോ നീഡ് ഫോർ. നമുക്ക് സാധാരണ ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് അതിനെ ഏതാ സെൻഷ്വൽ ഡ്രഗ്സ് ആവശ്യമില്ല, ബട്ട് ദാറ്റ് ഗീവ്സ് ദ സെൻഷ്വൽ ഡ്രഗ്സ് ഗീവ് ദ യൂസർ എ സ്ട്രോങ് സെൻസ് ഓഫ് പ്ലഷർ. സെൻഷ്വൽ ഡ്രഗ്സ് ആക്ടിവേറ്റ് ദ ബ്രെയിൻസ് പ്ലഷർ സെൻറ്റേഴ്സ്. അപ്പോൾ ഒരു ചെറിയൊരു പാരഗ്രാഫ് ക്വസ്റ്റ്യനായിട്ട് വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മെഡിസിനൽ ഡ്രഗ്സ് ആൻഡ് സെൻഷ്വൽ ഡ്രഗ്സ് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം അല്ലേ, നമുക്ക് ആവശ്യമില്ല. പിന്നെ അത് ദാറ്റ് ഗീവ്സ് എ സ്ട്രോങ് സെൻസ് ഓഫ് പ്ലഷർ. സെൻഷ്വൽ ഡ്രഗ്സ് ആക്ടിവേറ്റ് ദ ബ്രെയിൻ, അവർ ബ്രെയിൻസ് പ്ലഷർ സെൻറ്റേഴ്സ്. ഇപ്പോൾ സെൻഷ്വൽ ഡ്രഗ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് നമ്മുടെ ബ്രെയിനിലെ പ്ലഷർ സെൻറ്റേഴ്സ്, ബ്രെയിനിന് പല പല സ്ഥലങ്ങളുണ്ടല്ലോ അല്ലേ, നമ്മുടെ ബുദ്ധി അത് ഇതൊക്കെ പല നമ്മുടെ പ്ലഷർ സെൻറ്റേഴ്സിനെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യും. We don't know precisely how they do this, whether they stimulate the pleasure centers directly or activate them through chemical mimicry. Chemical mimicry means chemical reactions. അത് ഡയറക്റ്റായിട്ട് ആക്ടിവേറ്റ് ചെയ്യുവാണോ അതോ ചില കെമിക്കൽ റിയാക്ഷൻസിലൂടെയാണോ? In this text, I will refer to both possibilities as stimulation. The Dr. Hardin B. Jones says, in this article, I prefer to say these things happen as stimulation. Stimulation എന്തായാലും ഞാൻ പറയുന്നത് അതൊരു സ്റ്റിമുലേഷൻ അല്ലെ, സ്റ്റിമുലേറ്റ് ചെയ്യുക, ഒന്ന് ആക്ടിവേറ്റ് ആകുന്നുണ്ട്. നെക്സ്റ്റ് പാരഗ്രാഫ്. The brain governs sensations, moods, thoughts, actions not by a magical process but by an incredibly complex series of chemically regulated controls. You know, our brain governs. നമ്മുടെ ബ്രെയിൻ പല കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. our sensations, moods, thoughts, actions അല്ലേ. ഇപ്പം നമ്മൾ ക്ലാസ്സിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൂടെ നമ്മുടെ ബ്രെയിനിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട്, അതൊക്കെ നമ്മുടെ ബ്രെയിനാണ് കൺട്രോൾ ചെയ്യുന്നത്. നിങ്ങൾ ഏത് മൂഡിലാണ് അല്ലേ, നിങ്ങളുടെ ചിന്തകൾ എന്തൊക്കെയാണ്. ഇപ്പം നമ്മുടെ ആക്ഷൻ, എവറിത്തിങ് കൺട്രോൾസ് ബൈ അവർ ബ്രെയിൻ. The brain governs sensations, moods, thoughts and actions not by a magical process but by an incredibly complex series of chemically regulated controls. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത, ഇൻക്രെഡിബിളി വിശ്വസിക്കാനാവാത്ത, അവിശ്വസനീയമായ കുറേ കെമിക്കൽ കാര്യങ്ങളിലൂടെയാണ് അല്ലേ, കെമിക്കൽ കൺട്രോൾസിലൂടെയാണ് നടക്കുന്നത്.
ദീസ് ആർ ഈസിലി അപ്സെറ്റ് ബൈ സെൻഷ്വൽ ഡ്രഗ്സ്. നമ്മുടെ നോർമലായിട്ടുള്ള നമ്മുടെ ബ്രെയിനിൻ്റെ ആ ഒരു ആക്ടിവിറ്റീസ് എല്ലാം സെൻഷ്വൽ ഡ്രഗ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ബി അപ്സെറ്റ്. These are easily upset by sensual drugs. This disturbance is apparent in the effect of the sensual drugs on the mechanisms that control pleasure and satisfaction. നമ്മുടെ ബ്രെയിനിൽ പല സെൻറ്ററുണ്ട് അല്ലേ? സെൻഷ്വൽ, നമുക്ക് സെൻസേഷൻ കിട്ടുന്നത്, നമുക്ക് പ്ലഷർ തരുന്നത്, നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്നത്. ഇപ്പോൾ ഒരു കാര്യം കാണുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾക്ക് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകും അല്ലേ? പല കാര്യങ്ങൾക്കും നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അപ്പോൾ ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനാണ്. നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ, പ്ലഷർ, സെൻസേഷൻ എല്ലാം ഇതൊക്കെ നമ്മുടെ ഈ സെൻഷ്വൽ ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ അതിനൊരു ഇംബാലൻസ് ഉണ്ടാകും. എ ഡ്രഗ് യൂസർ ഈസ് ക്രേവിംഗ് ഫോർ ദ ഡ്രഗ് കണ്ടിന്യൂസ് ബട്ട് ഹി ഫീൽസ് ലെസ് ആൻഡ് ലെസ് സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ഇനി മുതലാണ് സെൻഷ്വൽ ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ ഒരാൾക്ക് എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാകുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ ടെക്സ്റ്റിൽ വരച്ചേക്കുക കേട്ടോ. ഇസ് എ ഡ്രഗ് യൂസർ ഈസ് ക്രേവിംഗ് ഫോർ ദ ഡ്രഗ് കണ്ടിന്യൂസ്. ഡ്രഗ് യൂസർ, ഡ്രഗ് യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് അഡിക്റ്റായ ഒരാൾ അല്ലേ? ഇത് നമ്മൾ ഒരു മയക്കുമരുന്ന്, നമ്മുടെ സെൻഷ്വൽ ഡ്രഗ് യൂസ് ചെയ്യുന്ന ആളിൻ്റെ കാര്യമാണ്. അപ്പോൾ ഒരാളങ്ങനെ ഡ്രഗ് യൂസ് ചെയ്യുകയാണെങ്കിൽ എ ഡ്രഗ് യൂസർ ഈസ് ക്രേവിംഗ് ഫോർ ദ ഡ്രഗ്. അയാൾക്ക് വീണ്ടും വീണ്ടും ഡ്രഗ് വേണം. ഹീ ഈസ് ക്രേവിങ്. ക്രേവിങ് മീൻസ് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കും അല്ലേ? ഇപ്പോൾ നമ്മളും ചായ കുടിക്കുന്ന ആൾക്കാരും ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മളൊരു അഡിക്റ്റാണ് അല്ലേ? ഇപ്പോൾ വൈകുന്നേരം 4 മണിക്ക് റെഗുലറായിട്ട് ടീ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് 4 മണിയാകുമ്പോൾ നമുക്ക് ചായ വേണം, അല്ലെങ്കിൽ നമുക്കൊരു തലവേദന അല്ലേ? കോഫി കുടിക്കുന്നവർക്ക് അങ്ങനെ. അപ്പോൾ അതങ്ങനെ ഉണ്ടാവും. അത് നമ്മൾ അതിന് അഡിക്റ്റ് ആയതുകൊണ്ടാണ്. അതുപോലെ ഈ സെൻഷ്വൽ ഡ്രഗ്സിന് അഡിക്റ്റ് ആകുന്ന ആൾക്കാർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും കേട്ടോ. എ ഡ്രഗ് യൂസർ ഈസ് ക്രേവിംഗ് ഫോർ ദ ഡ്രഗ് കണ്ടിന്യൂസ് ബട്ട് ഹി ഫീൽസ് ലെസ് ആൻഡ് ലെസ് സാറ്റിസ്ഫാക്ഷൻ. അയാൾക്ക് സെൻഷ്വൽ ഡ്രഗ്സ് അയാൾ യൂസ് ചെയ്യുന്നതനുസരിച്ച് ഹീ ഈസ് ലെസ് ആൻഡ് ലെസ് സാറ്റിസ്ഫൈഡ്. അയാൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. His brain's pleasure reflexes seem to be weakened by artificial stimulation. സെൻഷ്വൽ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ അതൊരു ആർട്ടിഫിഷ്യൽ സ്റ്റിമുലേഷനാണ്. നമുക്ക് നോർമലായിട്ട് നമുക്ക് കുറേ പ്ലഷർ അല്ലേ, നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ആർട്ടിഫിഷ്യലായിട്ട് നമ്മളൊരു സെൻസേഷൻ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഹിസ് ബ്രെയിൻസ് പ്ലഷർ റിഫ്ലക്സസ് he feels less and less satisfaction. His brain's pleasure reflexes seem to be weakened by artificial stimulation. ഈ ആർട്ടിഫിഷ്യൽ സ്റ്റിമുലേഷൻ കാരണം ബ്രെയിനിലെ പ്ലഷർ റിഫ്ലക്സ് അല്ലേ, നമുക്കൊരു റിഫ്ലക്സ് ആക്ഷൻ ഉണ്ടല്ലോ. ഇപ്പം നമ്മളൊരു തീ കാണുന്നുണ്ട്, തീയിൽ ചവിട്ടിയാൽ ഉടൻ തന്നെ നമ്മൾ കാല് വലിച്ചെടുക്കും, അല്ലെങ്കിൽ ഒരു മുള്ളിൽ ചവിട്ടിയാൽ ഉടൻ തന്നെ നമ്മൾ കാല് വലിച്ചെടുക്കും. ദാറ്റ് ഈസ് ദ റിഫ്ലക്സ് ആക്ഷൻ. ഇപ്പോൾ ഒരു കാര്യം നമ്മുടെ ഇതിൽ വരുമ്പോഴേക്കും നമ്മുടെ നെർവ്സ് ഉടൻ തന്നെ അത് ഐഡൻറ്റിഫൈ ചെയ്യും. അതുപോലെ ഈ ആർട്ടിഫിഷ്യൽ സ്റ്റിമുലേഷൻ കാരണം ബ്രെയിനിലെ പ്ലഷർ സെൻറ്റേഴ്സൊക്കെ വീക്കായി മാറും. ഇൻ സിവിയർ അഡിക്ഷൻ ദ പ്ലഷർ മെക്കാനിസംസ് ഫെയിൽ ടു റെസ്പോണ്ട് ടു ഡ്രഗ് സ്റ്റിമുലേഷൻ. അങ്ങനെ നോർമലായിട്ട് സിവിയർ അഡിക്ഷൻ, ഭയങ്കര അഡിക്റ്റ് ആകുന്ന ആൾക്കാർക്ക് ദ പ്ലഷർ മെക്കാനിസംസ് ഫെയിൽ ടു റെസ്പോണ്ട് അല്ലേ, റെസ്പോണ്ട് ടു ഡ്രഗ് സ്റ്റിമുലേഷൻ. ഡ്രഗ്സ് കൊടുത്ത് സ്റ്റിമുലേറ്റ് ചെയ്താലും പെട്ടെന്നൊന്നും അയാൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല. The drug then imparts only relative relief from misery and suspends the illness of withdrawal. അങ്ങനെ വരുമ്പോൾ അയാൾക്കൊരു ഇങ്ങനെ ഒരു റെഗുലറായിട്ട് ഡ്രഗ് യൂസ് ചെയ്ത് വരുന്ന ഡ്രഗ് അഡിക്റ്റ് ഹീ ഷോസ് സം വിഡ്രോവൽ സിംറ്റംസ്. വിഡ്രോവൽ സിംറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റെഗുലറായിട്ട് കുടിക്കുന്ന ആൾക്കാർ അല്ലേ, ഇപ്പോൾ കുടിക്കുന്ന ആൾക്കാർക്ക് എന്താ കുടിക്കുന്നത്? ചായ കുടിയല്ല, ചായ കുടിക്കുന്ന ആളും അതുപോലെ തന്നെ ഇപ്പോൾ മദ്യം കുടിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ റെഗുലറായിട്ട് കുടിക്കുന്ന ആൾക്കാർക്ക് അത് വേണമെന്ന് തോന്നും. പക്ഷേ കുടിക്കാതെ വരുമ്പോഴേക്കും അവരുടെ കൈയൊക്കെ ഒന്ന് ഷിവറിങ് ആവും, പിന്നെ അവർക്ക് ആകെ കുറേ അസ്വസ്ഥതകൾ കാണിക്കും. അപ്പോൾ ആ കാണിക്കുന്ന ചില സിംറ്റംസിനെയാണ് നമ്മൾ പറയുന്നത് വിഡ്രോവൽ സിംറ്റംസ്. കറക്റ്റായിട്ട് നമുക്ക് കിട്ടുമ്പോൾ
കിട്ടാതെ വരുമ്പോൾ, ഇപ്പം മദ്യം കുടിച്ചുകൊണ്ട് വരുന്ന ആളിന്, അഡിക്റ്റായി വരുന്ന ആളിന് അത് കിട്ടാതെ വരുമ്പോൾ അയാൾ കാണിക്കുന്ന സിംറ്റംസാണ് വിഡ്രോവൽ സിംറ്റംസ്. അയാൾക്ക് കുറേ ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോൾ ചായ കുടിക്കുന്ന, റെഗുലറായി ചായ കുടിക്കുന്ന ആളിന് ചായ കിട്ടാതെ വരുമ്പോൾ തലവേദന വരുന്നില്ലേ? ദാറ്റ്സ് എ വിഡ്രോവൽ സിംറ്റം. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. The drug then imparts only relative relief from misery and suspends the illness of withdrawal. Information from the senses still reaches the brain, but the brain is unable to evaluate the information and interpret it as pleasurable. See? Information from the senses still reaches the brain. അപ്പോൾ ഇപ്പോഴും നമ്മുടെ ഇൻഫർമേഷനൊക്കെ നമ്മുടെ ബ്രെയിനിലോട്ട് പോകുന്നുണ്ട്, ബട്ട് the brain is unable to evaluate the information. അല്ലേ, ആ ചെല്ലുന്ന ഇൻഫർമേഷൻ ഈ ആർട്ടിഫിഷ്യൽ സ്റ്റിമുലേഷൻ കാരണം നമ്മുടെ ബ്രെയിനിൽ അതൊക്കെ നശിക്കുന്നുണ്ട്. The brain is unable to evaluate the information and interpret it as pleasurable. ഇത് പ്ലഷറബിൾ ആയിട്ടുള്ള ആണോ അല്ലയോ എന്ന് നമ്മുടെ ബ്രെയിനിന് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ, തിരിച്ചറിയാൻ പറ്റാതെ വരുന്നു. In contrast, naturally attained pleasures enlarge the sense of satisfaction and can be repeated indefinitely. See? പക്ഷേ ഇതിന് ഓപ്പോസിറ്റായിട്ട് പറയുകയാണെങ്കിൽ നാച്ചുറലി അറ്റൈൻഡ് പ്ലഷേഴ്സ്, നമുക്ക് നാച്ചുറലായിട്ട് കുറേ നമുക്ക് പ്ലഷേഴ്സ് ഉണ്ട്. പല കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായി അല്ലേ, നമുക്ക് നമ്മുടെ പ്ലഷേഴ്സ്, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്, നമുക്കൊരു ഫീലിങ്സ് വരുന്നുണ്ട്. അതൊക്കെ that can be repeated indefinitely. അത് നമുക്ക് നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ that can be repeated indefinitely. ബട്ട് ആർട്ടിഫിഷ്യൽ സ്റ്റിമുലേഷൻ നമ്മുടെ ബ്രെയിനിലെ പ്ലഷർ സെൻറ്റേഴ്സിനെയൊക്കെ വീക്കൻ ചെയ്യും. പേജ് നമ്പർ 121, ഫസ്റ്റ് പാരഗ്രാഫ്. Ultimately, the sensory deprivation of the drug addict manifests itself in a general feeling of physical discomfort and in പേഴ്സണാലിറ്റി ചേഞ്ചസ്. ഇനി പറയുന്ന പാരഗ്രാഫ് അയാൾക്ക്, ഒരു ഡ്രഗ് അഡിക്റ്റിന് ഡ്രഗ് യൂസ് ചെയ്യുമ്പോൾ ഫിസിക്കലായിട്ട് അയാൾക്ക് എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഓരോന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് തിങ്, ദ സെൻസറി ഡിപ്രിവേഷൻ ഓഫ് ദ ഡ്രഗ് അഡിക്റ്റ് മാനിഫെസ്റ്റ് ഇറ്റ്സെൽഫ് ഇൻ എ ജനറൽ ഫീലിംഗ് ഓഫ് ഫിസിക്കൽ ഡിസ്കംഫേർട്ട്. ഒരു ഫിസിക്കലായിട്ട് അയാൾക്കൊരു ഡിസ്കംഫേർട്ട്, ഫിസിക്കലായിട്ടൊരു ഡിസ്കംഫേർട്ട് തോന്നുന്നു. ആൻഡ് ഇൻ പേഴ്സണാലിറ്റി ചേഞ്ചസ്. അപ്പോൾ ഫസ്റ്റ് ഈ ഡ്രഗ് അഡിക്റ്റ് അല്ലെങ്കിൽ ഡ്രഗ് മിസ്യൂസ് ചെയ്യുന്നത്, അല്ലെ ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് വരുന്ന ആദ്യത്തെ ചേഞ്ച് എന്താ? ഹി മാനിഫെസ്റ്റ് മീൻസ് ഷോസ്. ഹി ഷോസ് എ ഫീലിംഗ് ഓഫ് ഫിസിക്കൽ ഡിസ്കംഫേർട്ട് ആൻഡ് പേഴ്സണാലിറ്റി ചേഞ്ചസ്. സിമ്പിളായിട്ടുള്ള പോയിൻറ്റ്സ് പഠിക്കുക. ഓക്കെ, a drug user shows a feeling of physical discomfort and physical changes. The addict feels depressed and fails to respond either to his environment or to other people. Second thing, the drug addict, he feels depressed. മിക്കവാറും നമുക്കൊരു ഡ്രഗ് അഡിക്റ്റിൻ്റെ ഒരു സിമ്പിളുണ്ട് അല്ലേ, വളരെ ഡിപ്രസ്ഡ് ആയിട്ട്, വളരെ ശോകമായിട്ട്, അല്ലെ ഭയങ്കര വിഷമിച്ചിരിക്കുന്ന ആളാണ് ഡ്രഗ് അഡിക്റ്റ് എന്ന് പറയുന്നത്. ഹി ഫീൽസ് ഡിപ്രസ്ഡ്, എപ്പോഴും അയാൾ ഡിപ്രസ്ഡ് ആയിട്ട് തോന്നുന്നു അല്ലെ, നിരാശനായിട്ട്. കാരണം ആദ്യം കുറച്ച് സെൻഷ്വൽ ഡ്രഗ്സ് ഒക്കെ എടുക്കുമ്പോൾ അയാളുടെ പ്ലഷർ സെൻറ്റേഴ്സ് ഒക്കെ ആക്ടിവേറ്റ് ആകുന്നു. അപ്പോൾ അയാൾക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് അല്ലേ, ഭയങ്കര ഒരു ഫീലിങ്സ് കിട്ടുന്നു. പിന്നെ അത് കൂടുതൽ ഡ്രഗ് യൂസ് ചെയ്യുന്ന കാരണം അയാളുടെ പ്ലഷർ സെൻറ്റേഴ്സൊക്കെ നശിച്ചു പോകുന്നു. സോ നൗ ഹീ ഫീൽസ് ഡിപ്രസ്ഡ് ആൻഡ് ഫെയിൽസ് ടു റെസ്പോണ്ട് ഐദർ ടു ഹിസ് എൻവിയോൺമെൻറ്റ് ഓർ ടു അതർ പീപ്പിൾ. അയാൾക്ക് പിന്നെ എൻവിയോൺമെൻറ്റ്, ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ. ഹി കനോട്ട് റെസ്പോണ്ട് ടു ഹിസ് എൻവിയോൺമെൻറ്റ് or to other person, other people. His mental disturbances can be quite similar to paranoia. His mental status, അയാളുടെ ആ ഒരു മാനസിക നില ഏതിനോട് പറയാമെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു പാരനോയ. പാരനോയ മീൻസ് ദാറ്റ്സ് എ സൈക്കോളജിക്കൽ ഓർ സൈക്യാട്രിക് ഡിസോർഡർ.
അയാൾക്കൊരു സൈക്കാട്രിക് ആയിട്ടൊരു മാനസികമായിട്ടുള്ളൊരു ഡിസോർഡർ. ഇപ്പോൾ ഒരാളുടെ മെസ്സേജ് വന്നതാണ്, അല്ലേ, ഈ ചാപ്റ്ററിൽ നിന്ന് വരാവുന്ന എസ്സേ അല്ലെങ്കിൽ ആർട്ടിക്കിൾ ഇത് തന്നെയാണ്. വാട്ട് ആർ ദ ഫിസിക്കൽ ചേഞ്ചസ്, അല്ലെങ്കിൽ ഒരു ഡ്രഗ് അഡിക്റ്റിന് ഉണ്ടാകുന്ന ഫിസിക്കലും മെൻ്റലായിട്ടും ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്താണ്, ഡ്രഗ് യൂസ് ചെയ്യുന്നത് കൊണ്ട് അയാൾക്കുണ്ടാകുന്ന ആഫ്റ്റർ ഇഫക്റ്റ്. അപ്പോൾ ഈ ഫിസിക്കൽ ചേഞ്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം പറഞ്ഞത് എന്താ, ഹി ഫീൽസ്, അണ്ടർലൈൻ ചെയ്തേക്കുക കേട്ടോ, ഞാൻ ഈ പറയുമ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്യുക. He shows a feeling of physical discomfort and personality changes. Second thing, he feels depressed and fails to respond either to his environment or to other people. Then third thing, his mental disturbance can be quite similar to paranoia. അല്ലേ, അയാളുടെ ആ ഒരു മെൻ്റൽ ഡിസോർഡർ ഏതിന് ഈക്വലാണ്? പാരനോയ. പാരനോയ ഈസ് എ സൈക്കാട്രിക് ഡിസോർഡർ. മാനസികമായിട്ട് അയാളുടെ സമനില തെറ്റുന്നു. ദാറ്റ് ഈസ് പാരനോയ. ഹി കനോട്ട് ഡിസേൺ the source of his problem and looks for the cause in everything but himself. He cannot discern. Discern means detect. He cannot discern the source of his problem. അയാളുടെ സ്വന്തം പ്രോബ്ലം അയാൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ആൻഡ് ലുക്സ് ഫോർ ദ കോസ് ഇൻ എവറിത്തിങ് ബട്ട് ഹിംസെൽഫ്. അല്ലേ, എല്ലാം മറ്റുള്ളവരെ നമ്മൾ കുറ്റം പറയും, ബട്ട് ഹിംസെൽഫ്, തൻ്റെ കുറ്റം നോക്കാതെ മറ്റുള്ളവരെ കുറ്റം ചാർത്തുന്നതാണ് ഈ സെൻഷ്വൽ, അല്ലേ, ഈ ഡ്രഗ് അഡിക്റ്റിൻ്റെ മറ്റൊരു സിംറ്റം. He cannot discern the source of his problem and looks for the cause in everything but himself. He draws further and further into himself. അയാളൊരു he draws further and further into himself എന്ന് പറഞ്ഞാൽ തന്നിലേക്ക് തന്നെ ഒരു ഇൻട്രോവേർട്ടായി മാറും. തന്നിലേക്ക് തന്നെ അയാളിങ്ങനെ വലിഞ്ഞ് ആരോട് സംസാരിക്കില്ല, മറ്റുള്ളവരോട് കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യില്ല. അങ്ങനെ ഒരു ഇൻട്രോവേർട്ട് തന്നിലേക്ക് തന്നെ വലിഞ്ഞ് മാറും. അതാണ് ഒരു ഒരു ഡ്രഗ് അഡിക്റ്റിൻ്റെ ഫിസിക്കലായിട്ടുള്ള മറ്റൊരു ചേഞ്ച്. ഓക്കെ, അപ്പോൾ ഞാൻ 3-4 പോയിൻറ്റ്സ് പറഞ്ഞു. ഇപ്പോൾ 4th പോയിൻ്റ് പറഞ്ഞതാണ് ഹി കനോട്ട് ഡിസേൺ. ഡിസേൺ മീൻസ് ഡിറ്റക്റ്റ്. He cannot discern the cause in everything but himself. He draws further and further into himself. The addict often feels people are looking at him strangely. അപ്പോൾ ഈ ഡ്രഗ് അഡിക്റ്റ് അയാൾക്ക് തോന്നുന്ന മറ്റൊരു കാര്യമാണ് പീപ്പിൾ ആർ ലുക്കിംഗ് അറ്റ് ഹിം സ്ട്രേഞ്ച്ലി. ആരെങ്കിലും വളരെ സ്നേഹത്തോടു കൂടെ നോക്കിയാൽ തന്നെ ഡ്രഗ് അഡിക്റ്റ് വിചാരിക്കുന്നത് പീപ്പിൾ ആർ ലുക്കിംഗ് അറ്റ് ഹിം സ്ട്രേഞ്ച്ലി. വളരെ സ്ട്രേഞ്ച് ആയിട്ടാണ് ആൾക്കാർ അയാൾ എന്തോ പോലെ നോക്കുന്നു എന്ന് അയാൾക്ക് തോന്നും. വൺ ടോൾഡ് മീ ഹി വാസ് നോട്ട് ഷുവർ വെൻ പീപ്പിൾ സ്മൈൽഡ് അറ്റ് ഹിം ദാറ്റ് ദേ വെർ നോട്ട് റിയലി ലാഫിങ്. ഒരു പേഷ്യൻ്റ് ഈ ഡോക്ടർ ഹാർഡിൻ ബി ജോൺസിനോട് പറഞ്ഞതാണ്, അല്ലേ, ഐ എം നോട്ട് ഷുവർ വെൻ പീപ്പിൾ സ്മൈൽഡ് അറ്റ് ഹിം ദാറ്റ് ദേ വെർ നോട്ട് റിയലി ലാഫിങ്. ആൾക്കാർ ചിരിക്കുമ്പോൾ തന്നെ ഈ ഡ്രഗ് അഡിക്റ്റിന് തോന്നുകയാണ് ഇവരെന്നെ ചിരിക്കുകയാണോ, ഇവരെന്നെ കളിയാക്കുകയാണോ. ദ അഡിക്റ്റ് ക്യാൻ ഈവൻ ലൂസ് ഹിസ് സെൻസ് ഓഫ് ബീയിങ് അലൈവ്. അണ്ടർലൈൻ, ഹി ഈവൻ ലൂസ് ഹിസ് സെൻസ് ഓഫ് ബീയിങ് അലൈവ്. താൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ള ആ ഒരു ചിന്ത തന്നെ, ആ ഒരു സെൻസ് ഓഫ് ഫീലിംഗ് തന്നെ ഈ ഡ്രഗ് അഡിക്റ്റിന് നഷ്ടപ്പെടുന്നു. ഇപ്പോൾ ഓരോ പോയിൻറ്റ്സും ജസ്റ്റ് വരയ്ക്കുക, ഇത് വരയ്ക്കുക. ദ അഡിക്റ്റ് ക്യാൻ ഈവൻ ലൂസ് ഹിസ് സെൻസ് ഓഫ് ബീയിങ് അലൈവ്. ജീവിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം തന്നെ, ആ ഒരു സെൻസ് തന്നെ നഷ്ടമാകുന്നു. ഹി ഫീൽസ് ഡെഡ് ഇൻസൈഡ്. അണ്ടർലൈൻ, ഹി ഫീൽസ് ഡെഡ് ഇൻസൈഡ്. ഈ ഡ്രഗ് അഡിക്റ്റ് മനസ്സിനുള്ളിൽ അയാൾ ചത്തതുപോലെയാണ്, അല്ലേ, ചത്തതിനൊപ്പമേ ജീവിച്ചിരിക്കണം എന്നാണ് ആരാ, ഈ ഡ്രഗ് അഡിക്റ്റ്. ഹി ഫീൽസ് ഡെഡ് ഇൻസൈഡ്. One rehabilitated heroin addict described his sensory deprivation to me. Looking out of the window, he said, "The sun is shining, the flowers are in bloom. I know these are signs of a good day. But pressing his chest, I don't feel it in here." ഒരു ഹെറോയിൻ അറിയാലോ, നമ്മുടെ ഒരു ഡ്രഗിൻ്റെ പേരാണ്. ഹെറോയിൻ അഡിക്റ്റായ ഒരു
ഒരു ഡ്രഗ് അഡിക്റ്റ് ഈ ഡോക്ടറോട് പറഞ്ഞതാണ് അല്ലേ, എല്ലായിടും പുറത്തൊക്കെ വളരെ ഭംഗിയാണ്, മനോഹരമായ കാര്യങ്ങളാണ്, പക്ഷേ എനിക്കതൊന്നും ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താ, അയാളുടെ ആ ഒരു നാച്ചുറലായിട്ടുള്ള ഫീലിങ്സൊക്കെ നഷ്ടമായി. സെൻഷ്വൽ ഫീലിങ്സ് അല്ലെങ്കിൽ സെൻഷ്വൽ ഡ്രഗ്സ് യൂസ് ചെയ്ത് ആർട്ടിഫിഷ്യൽ ഡ്രഗ്സ് കൊടുത്ത് ബ്രെയിനിലെ ആ ഒരു പ്ലഷർ സെൻറ്റേഴ്സൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്ത് അവസാനം കുറച്ച് ഡ്രഗൊന്നും കൊടുത്താൽ പോരാ, ആദ്യം കുറച്ച് ഡ്രഗ് അഡിക്ട്സിനെ അറിയാമല്ലോ, ആദ്യം കുറച്ച് ഡ്രഗ് കൊടുക്കുമ്പോഴേക്കും നല്ല ഫീലിങ്സ് ആയിരിക്കും. പിന്നെ അടുത്ത പ്രാവശ്യം കുറച്ചും കൂടെ ഡോസ് കൂട്ടണം, പിന്നെ കുറച്ചും കൂടെ ഡോസ് കൂട്ടണം, പിന്നെ കുറേ ഡോസ് കൊടുത്താലും ഇവിടെ ഒരു ഫീലിങ്സ് വരില്ല. അതാണ് ഡ്രഗ് അഡിക്റ്റിൻ്റെ മറ്റൊരു അവസ്ഥ. Okay, I have seen addicts habitually press their fingers deep into their arms or legs as if to reassure themselves of their own reality. ഈ ഡ്രഗ് അഡിക്ട്സ് പലപ്പോഴും ഈ കൈയൊക്കെ അല്ലേ നമ്മൾ പ്രസ് ചെയ്യും. കാര്യം എന്താ, നമുക്കൊരു ഫീലിങ്സ് ഉണ്ടാകുന്നു അല്ലേ, ഫീലിങ്സ് ഉണ്ട്, അപ്പോൾ കൈ അല്ലെങ്കിൽ കാല് അവർ ഓട്ടോമാറ്റിക്കായിട്ട് ഒന്ന് പ്രസ് ചെയ്യും. I have seen addicts habitually press their fingers deep into their arms or legs as if to reassure themselves of their own reality. അവർ ജീവിച്ചിരിക്കുന്നു, അവരുടെ റിയാലിറ്റി അറിയുന്നതിന് വേണ്ടി അവരങ്ങനെ ചെയ്യാറുണ്ട്. This craving for lost sensations explains in part the addict's need to continue to seek drug-induced sensations. അപ്പോൾ അത് വീണ്ടും അവരെ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് സെൻസേഷൻസ്, വീണ്ടും കൂടുതൽ ഡ്രഗ്സ് കഴിക്കുന്നതിന് വേണ്ടി, അത് കൂടുതൽ ഡ്രഗ്സ് എടുക്കുന്നതിന് വേണ്ടി അവരെ ഇൻഡ്യൂസ് ചെയ്യും, പ്രേരിപ്പിക്കും, ഇൻസ്പയർ ചെയ്യും. പേജ് നമ്പർ 121, റൈറ്റ് സൈഡിലെ ഫസ്റ്റ് പാരഗ്രാഫ്. If drugs offered a safe form of pleasure, there might be few objections to using them. അല്ലേ, ഡ്രഗ്സിന് ഇത്രയും ഫീലിങ്സ് ഉണ്ടെങ്കിലും, ഡ്രഗ് അഡിക്ട്സിന് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ ഇത്രയും ഫീലിങ്സ് ഉണ്ടെങ്കിലും അതിന് പല ആൾക്കാരും അതിനെ ഒബ്ജക്റ്റ് ചെയ്യുന്നു, എതിർക്കുന്നുണ്ട്. However, the claims that they are safe must be recognized as fake in the face of the non-consequences of continued drug use. കണ്ടിന്യൂസ് ആയിട്ട് ഡ്രഗ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കോൺസിക്വൻസ് മീൻസ് അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ ഫലങ്ങൾ അല്ലേ, എന്തൊക്കെയാണ് അതിൻ്റെ, ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സെൻട്രൽ ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ അറിഞ്ഞിരിക്കുക. കോൺസിക്വൻസ് മീൻസ് അതിൻ്റെ റിസൾട്ട്, പരിണിത ഫലങ്ങൾ എന്ന് പറയാം അല്ലേ, കോൺസിക്വൻസസ്. ഡ്രഗ്, വാട്ട് ആർ ദ കോൺസിക്വൻസസ് ഓഫ് ഡ്രഗ് യൂസ് ഓർ ഡ്രഗ് അബ്യൂസ്. ഡ്രഗ് മിസ്യൂസ് ചെയ്യുക, ഡ്രഗ്സ് നമ്മുടെ പല എയിൽമെൻറ്റ്, അസുഖങ്ങളും ക്യൂർ ചെയ്യുന്നതിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ അതിനെ ഇങ്ങനെ സെൻട്രൽ ഡ്രഗ്സൊക്കെ ആവശ്യമില്ലാതെ യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ മിസ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ അബ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് കേട്ടോ. Real dangers exist, although the drug user often assumes they do not, because the harmful side effects are not immediately apparent. കാരണം ഈ ഡ്രഗ് യൂസ് ചെയ്യുന്നവർക്ക് അതിൻ്റെ ആ ഒരു ഹാംഫുൾ മീൻസ് ഡേഞ്ചറസ് ആയിട്ടുള്ള എഫക്റ്റ് അപ്പോൾ അറിയാൻ പറ്റില്ല കേട്ടോ. ഇമ്മീഡിയറ്റ്ലി അപ്പാരൻറ്റ് മീൻസ് ക്ലിയർ. നമുക്ക് ഇങ്ങനെ ഈ ഡ്രഗ് യൂസ് ചെയ്യുന്നവർക്ക് അതിൻ്റെ ഫലം ഉടനെയൊന്നും അതിൻ്റെ കോൺസിക്വൻസ് ഉണ്ടാകാറില്ല. അതാണ് ഇവിടെ പറയുന്നത്. ദ ഹാംഫുൾ സൈഡ് ഇഫക്ട്സ് ആർ നോട്ട് ഇമ്മീഡിയറ്റ്ലി അപ്പാരൻറ്റ്. ഹാംഫുൾ സൈഡ് ഇഫക്റ്റ് അല്ലേ, ഡേഞ്ചറസ് ആയിട്ടുള്ള സൈഡ് ഇഫക്ട്സ് ഉടനെ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടാറില്ല. പോസിബിൾ റിസൾട്ട്സ് റേഞ്ച് ഫ്രം ഇൻസിഡൻറ്റൽ delirious effects to death from overdose. Possible results range from incidental delirious എന്ന് പറഞ്ഞാൽ ഡ്രീമി സ്റ്റേറ്റ്. ആദ്യം നമ്മളൊരു കുറച്ച് സെൻഷ്വൽ ഡ്രഗ്സ് എടുക്കുമ്പോൾ നമ്മളൊരു ഡ്രീമി സ്റ്റേറ്റ്, ഭയങ്കര ഒരു സ്വപ്ന ലോകത്തിലായിരിക്കും. അപ്പോൾ അതാണ് ഈ ഡ്രഗ് അഡിക്ട്സിനെ വീണ്ടും സെൻഷ്വൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതിന് അവരെ ഇൻസ്പയർ ചെയ്യുന്നത്. ആദ്യം ഭയങ്കര ഒരു ഇമാജിനറി ലോകത്തായിരിക്കും, ഭയങ്കര ഫീലിങ്സ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് that range from incidental delirious means dreamy state to death from overdose എടുക്കുമ്പോൾ ഡെത്ത് ആകും. അപ്പോൾ ആദ്യം കുറച്ചൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ല, അവസാനം ഓവർഡോസ് ആകുമ്പോൾ that may cause the death of the patient.
The dangers that lie between the extremes are the degeneration of health and the depletion of brain function. The dangers that lie between the extremes are the degeneration of health and the depletion of brain function. അപ്പോൾ ഇതിൽ നമുക്ക് ഈ പാരഗ്രാഫിൽ നമുക്കിങ്ങനെ കുറച്ച് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഏതൊക്കെയാണ് പറയുന്നത്? അതിനൊരു മിഡിലായിട്ട് വരുന്നത് ദ ഹാംഫുൾ സൈഡ് ഇഫക്ട്സ് ആർ നോട്ട് ഇമ്മീഡിയറ്റ്ലി അപ്പാരൻറ്റ്. അണ്ടർലൈൻ. The harmful side effects are not immediately apparent. ഡേഞ്ചറസ് ആയിട്ടുള്ള സൈഡ് ഇഫക്റ്റ് പെട്ടെന്ന് അറിയില്ല. The result range from delirious effect to death from overdose. ഞാൻ ഈ പറഞ്ഞ ആ പോയിൻറ്റ്സ് മാത്രം അണ്ടർലൈൻ ചെയ്യുക. ഓക്കെ. The results range from delirious effect to death from overdose. Then the dangers, the danger of the drug abuse causes degeneration of health. Degeneration of health എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് ഗ്രാജുവലായിട്ട് കുറഞ്ഞു വരും. ആൻഡ് ദ ഡിപ്ലീഷൻ ഓഫ് ബ്രെയിൻ ഫങ്ഷൻ. ഡിപ്ലീഷൻ മീൻസ് എംറ്റിയിങ് ഓഫ് ബ്രെയിൻ ഫങ്ഷൻ. നമ്മുടെ ബ്രെയിനിലെ ഫങ്ഷൻ ഗ്രാജുവലായിട്ട് എംറ്റി ആയിക്കൊണ്ടുവരും, കുറഞ്ഞു വരും. ഓക്കെ. ഡിപ്ലീഷൻ, കുറഞ്ഞു വരിക. ഓക്കെ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഏതാ? ഡീജനറേഷൻ ഓഫ് ഹെൽത്ത് ആൻഡ് ഡിപ്ലീഷൻ ഓഫ് ബ്രെയിൻ ഫങ്ഷൻ. അപ്പോൾ ഈ ലെസൺ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ജനറൽ എസ്സേ എഴുതാനോ ആർട്ടിക്കിൾ എഴുതാനോ ചോദിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ഒരു സ്പീച്ച് ചോദിക്കുകയാണ്, ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡ്രഗ് അഡിക്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഇതിനെക്കുറിച്ചൊരു ഡ്രഗ് അഡിക്ഷനെ കുറിച്ചൊരു അവയർനെസ് കൊടുക്കാൻ നമ്മുടെ സ്കൂൾ അസംബ്ലിയിൽ അല്ലെങ്കിൽ നമ്മുടെ ലൊക്കാലിറ്റിയിൽ ഒരു സ്പീച്ച് കണ്ടക്ട് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഈ കാര്യങ്ങൾ തന്നെയാണ് പറയേണ്ടത് അല്ലേ? ഡ്രഗ് യൂസ് ചെയ്താൽ ഇങ്ങനെ സംഭവിക്കും. ഇതിലെ സെയിം കാര്യങ്ങളാണ്. ഓക്കെ. അപ്പോൾ ഈ സെയിം സെൻറ്റൻസ്, സെയിം പോയിൻറ്റ്സ് തന്നെ പഠിച്ചു വയ്ക്കുക, സ്പീച്ചിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു ഡ്രഗ് അബ്യൂസിനെ കുറിച്ചൊരു അവയർനെസ് ക്ലാസ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്പീച്ച് നടത്തുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയാം അല്ലേ? Drug abuse causes degeneration of health and depletion of our brain function. Okay, ആ points underline ചെയ്യുക. Drugs, after all, act directly on the brain and cause mental mechanisms to respond abnormally. Another point, underline. Drugs act directly on the brain. അപ്പോൾ നമ്മളൊരു ഡ്രഗ് യൂസ് ചെയ്താൽ, സെൻട്രൽ ഡ്രഗ് യൂസ് ചെയ്താൽ, ദാറ്റ് ആക്ട് ഡയറക്ട്ലി ഓൺ ദ ബ്രെയിൻ. നമ്മുടെ ബ്രെയിനിനെ ഡയറക്റ്റായിട്ട് അത് അഫക്റ്റ് ചെയ്യുന്നു. ആൻഡ് കോസ് മെൻ്റൽ മെക്കാനിസംസ് ടു റെസ്പോണ്ട് അബ്നോർമലി. നമ്മുടെ മെൻ്റലായിട്ടുള്ള മെക്കാനിസംസ് ടു റെസ്പോണ്ട് അബ്നോർമലി. നമ്മൾ നോർമലായിട്ടുള്ള കാര്യം, നോർമൽ അല്ലാത്തതാണ് അബ്നോർമൽ. ഇപ്പോൾ ഒരാൾ നോർമലായിട്ട് ബിഹേവിയർ ചെയ്തില്ലെങ്കിൽ നമുക്ക് അയാളെ കാണുമ്പോൾ പറയാം ഹീ ഈസ് അബ്നോർമൽ. അബ്നോർമൽ എന്ന് പറഞ്ഞാൽ നോർമൽ അല്ല, അയാൾക്ക് മെൻ്റലായിട്ട് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്, അയാൾ റെസ്പോണ്ട് ചെയ്യുന്ന രീതി ശരിയില്ല, ഹീ ഈസ് അബ്നോർമൽ. ഓക്കെ. അപ്പോൾ ദ ഡ്രഗ്സ് ആക്ട് ഡയറക്ട്ലി ഓൺ ദ ബ്രെയിൻ ആൻഡ് കോസ് mental mechanisms to respond abnormally, or he responds abnormally. The risks are great for the persistent user. Persistent means continuous user. Continuous ആയിട്ട് ഡ്രഗ് യൂസ് ചെയ്യുന്നവർക്കാണ് അതിന് ഏറ്റവും റിസ്ക്. The risks are great for the persistent user. ഓക്കെ. അപ്പോൾ ഈ സ്പീച്ച് നമ്മളൊരു ഡ്രഗ് അബ്യൂസിനുള്ളൊരു അവയർനെസ് കൊടുക്കുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറയാം അല്ലേ? ദ ഡ്രഗ്സ് ദാറ്റ് ആക്ട്സ് ഡയറക്ട്ലി ഓൺ അവർ ബ്രെയിൻ ആൻഡ് ദ ഡ്രഗ് അഡിക്റ്റ് റെസ്പോൺസ് അബ്നോർമലി. The risks are great for the persistent user. In particular, there is the danger that he will do himself a great deal of harm before the warning symptoms occur. See, in particular, there is the danger that ഇതിൻ്റെ മറ്റൊരു അപകടം എന്താണെന്ന് ചോദിച്ചാൽ ഹി വിൽ ഡു ഹിംസെൽഫ്. ഹി ഹിയർ മീൻസ് ദ ഡ്രഗ് അഡിക്റ്റ്.
The drug addict will do himself a great deal of harm before the warning symptoms occur. ഈ ഡ്രഗ് അഡിക്ഷൻ്റെ സിംറ്റംസ് ഒക്കെ പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ഹി വിൽ ഡു ഹിംസെൽഫ് സംതിങ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മിക്കവാറും അയാൾ തന്നെ സൂയിസൈഡ് ചെയ്യും അല്ലേ. അയാൾക്ക് ഈ വിത്ഡ്രോവൽ സിംറ്റംസ് ഒന്നും സഹിക്കാൻ പറ്റാതെ സൂയിസൈഡ് ചെയ്യാറുണ്ട് ഡ്രഗ് അഡിക്ട്സ്. അങ്ങനെ തന്നെ അവരുടെ ജീവൻ നഷ്ടപ്പെടാം. നെക്സ്റ്റ് പേജ് നമ്പർ 121, ലാസ്റ്റ് പാരഗ്രാഫ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ലെസൺ ബേസ് ചെയ്ത് ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതാണ്. വാട്ട് ആർ ഡ്രഗ് റിലേറ്റഡ് ഹെൽത്ത് ഡിസോർഡേഴ്സ്? എന്തൊക്കെയാണ് ഈ ഡ്രഗ് യൂസ് ചെയ്യുന്നത് കാരണം നമുക്കുണ്ടാകുന്ന ഹെൽത്ത് ഡിസോർഡേഴ്സ്? അണ്ടർലൈൻ നന്നായിട്ടൊന്ന് വരച്ചു വയ്ക്കുക. ഡ്രഗ് റിലേറ്റഡ് ഹെൽത്ത് ഡിസോർഡേഴ്സ്. വാട്ട് ആർ ദ ഡ്രഗ് റിലേറ്റഡ് ഹെൽത്ത് ഡിസോർഡേഴ്സ്? അതൊരു സ്പീച്ച് നടത്തുമ്പോഴായാലും ആർട്ടിക്കിളായാലും എസ്സേ ആയാലും നിങ്ങൾക്കൊരു പാരഗ്രാഫ് എഴുതാം. ഈ പോയിൻറ്റ്സ് ജസ്റ്റ് വേർഡ്സ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം നിങ്ങളുടെ ആൻസർ പേപ്പറിൽ. ഓക്കെ. ഡ്രഗ് റിലേറ്റഡ് ഹെൽത്ത് ഡിസോർഡേഴ്സ് ആർ മെനി ആൻഡ് വാരീഡ്. നമ്മുടെ ഡ്രഗ് റിലേറ്റഡ് ആയിട്ട് ഹെൽത്ത് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ധാരാളമുണ്ട്. മെനി ആൻഡ് വാരീഡ് മീൻസ് വേരിയസ് ആണ്, പലതരത്തിലുള്ളതാണ്. Dirty needles and solutions used for injecting drugs can cause abscesses in the arms and veins, liver disease, venereal disease and infection of the kidneys and brain. ഇപ്പോൾ ഇത് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ ബോഡിയിലെ മിക്കവാറും എല്ലാ പാർട്സും ഈ ഈ ഡ്രഗ് യൂസേഴ്സിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാ പാർട്സും ഇപ്പോൾ തുടങ്ങുകയാണ്. ഈ പാരഗ്രാഫ് ഫുൾ കാണാതെ പഠിച്ചേക്കുക. ഡ്രഗ് റിലേറ്റഡ് ഹെൽത്ത് ഡിസോർഡേഴ്സ് ആർ മെനി ആൻഡ് വാരീഡ്. ഡേർട്ടി നീഡിൽസ് ആൻഡ് സൊല്യൂഷൻസ് യൂസ്ഡ് ഫോർ ഇൻജെക്റ്റിംഗ് ഡ്രഗ്സ്. ഇപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ, കോളേജ് ക്യാമ്പസിൽ കുറേ കുട്ടികൾ ഒരുമിച്ച് വരുന്നു, അവരൊരു സിറിഞ്ച് എടുക്കുന്നു, ഡ്രഗ്സ് എടുക്കുന്നു, ഇൻജെക്റ്റ് ചെയ്യുന്നു. അതേ സെയിം നീഡിൽ തന്നെ അടുത്ത ആൾ ഇൻജെക്റ്റ് ചെയ്യുന്നു, അടുത്ത ആളിന് കൊടുക്കുന്നു, മാറി 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 കുത്തുന്നു. അപ്പോൾ ഒരാളുടെ ആ ഒരു എന്തെങ്കിലും ഒരു ഡിസീസ് ഉണ്ടെങ്കിൽ, അസുഖം ഉണ്ടെങ്കിൽ അത് അടുത്ത ആളിന് കിട്ടുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ചില മെഡിസിൻ, ചില ഡ്രഗ്സൊക്കെ അവർ ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വേണം അല്ലേ, ചില സൊല്യൂഷൻസൊക്കെ വേണം. അല്ലെങ്കിൽ അത് പിന്നെ ഡേർട്ടി നീഡിൽസ് എന്ന് പറയുന്നത് ഒരാൾ ഇൻജെക്റ്റ് ചെയ്ത സെയിം നീഡിൽ തന്നെ അടുത്തയാൾ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഡേർട്ടി നീഡിൽസ് ആൻഡ് സൊല്യൂഷൻസ് യൂസ്ഡ് ഫോർ ഇൻജെക്റ്റിംഗ് ഡ്രഗ്സ്. അത്രയും പഠിച്ചോ? ഏതൊക്കെയാ? ഡേർട്ടി നീഡിൽസ് ആൻഡ് സൊല്യൂഷൻസ്. ഡേർട്ടി നീഡിൽസ് ആൻഡ് ഡേർട്ടി സൊല്യൂഷൻസ് യൂസ്ഡ് ഫോർ ഇൻജെക്റ്റിംഗ് ഡ്രഗ്സ്. ഡ്രഗ് ഇൻജെക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആ ഡേർട്ടി നീഡിൽസ് ദാറ്റ് ക്യാൻ കോസ് abscesses in the arms and veins. Abscess means പസ് അല്ലേ, വ്രണം ഉണ്ടാക്കുക, പഴുപ്പുണ്ടാക്കുക. നമ്മുടെ ആംസ് ആൻഡ് വെയിൻസ്, കയ്യിലും വെയിൻസിലൊക്കെ അവരിങ്ങനെ വെയിനിലാണ് ഡയറക്റ്റ് ഈ സൊല്യൂഷൻ അവർ കുത്തിവെക്കുന്നത്. അപ്പോൾ ഡയറക്റ്റായിട്ട് അങ്ങ് കുത്തുവാണ്. ദാറ്റ് മേ കോസ് ആബ്സസസ് മീൻസ് വ്രണങ്ങൾ. ആബ്സസസ് ഇൻ ദ ആംസ് ആൻഡ് വെയിൻസ്. ലിവർ ഡിസീസ് അല്ലേ. അപ്പോൾ കുറച്ച് ഡിസീസ് പഠിച്ചല്ലോ, അത്രയും പഠിച്ചോ? ഡേർട്ടി നീഡിൽസ് ആൻഡ് സൊല്യൂഷൻസ് യൂസ്ഡ് ഫോർ ഇൻജെക്റ്റിംഗ് ഡ്രഗ്സ് ക്യാൻ കോസ് ആബ്സസസ് ഇൻ ദ ആംസ് ആൻഡ് വെയിൻസ് പഠിച്ചു. പിന്നെ അടുത്തൊരു ഡിസീസ് അല്ലേ. അപ്പോൾ നമ്മുടെ വെയിൻസും ആംസിലും ഒക്കെ ആബ്സസസ്, അത് വ്രണമാകുന്നു. ദെൻ ലിവർ ഡിസീസ്. വെനറിയൽ ഡിസീസ്. വാട്ട് ഈസ് വെനറിയൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈംഗികമായ അല്ലേ, നമ്മുടെ അങ്ങനെയുള്ള ആ ഭാഗത്തൊക്കെ ഡിസീസ് ഉണ്ടാകും. ഓക്കെ. അപ്പം നമ്മുടെ ലൈംഗിക ഭാഗങ്ങളിലൊക്കെ ഡിസീസ് ഉണ്ടാകും. അതാണ് വെനറിയൽ ഡിസീസ്. ലിവർ ഡിസീസ്, വെനറിയൽ ഡിസീസ് ആൻഡ് ഇൻഫെക്ഷൻ ഓഫ് ദ കിഡ്നീസ് ആൻഡ് ബ്രെയിൻ. ബ്രെയിനിലും കിഡ്നിയിലും ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു. ഇത്രയും കാര്യങ്ങൾ പഠിച്ചല്ലോ, മറന്നു പോകരുത്. അത്രയും അണ്ടർലൈൻ ചെയ്തേക്കുക. Liver disease, venereal disease, infection of the kidneys and brain. Then sniffing cocaine and amphetamines can cause the tissues of the nose. Next point ആണ് sniffing cocaine and amphetamines. ചില ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ, സെൻട്രൽ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ ഇൻജെക്റ്റ് ചെയ്യുന്നതാണ്, എന്നാൽ ചിലതിങ്ങനെ മണപ്പിക്കുന്നതാണ് അല്ലേ, ഇങ്ങനെ മണപ്പിക്കുന്നതാണ്. അപ്പോൾ സ്നിഫിങ്, ദാറ്റ് ഈസ് സ്നിഫിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിച്ചു കയറ്റുക. സ്നിഫിങ് കൊക്കെയിൻ
അതൊരു മയക്കുമരുന്നാണ്. ആൻഡ് ആംഫിറ്റാമൈൻ അനദർ അല്ലേ മറ്റൊരു മയക്കുമരുന്നാണ്, ഡ്രഗാണ്. സ്നിഫിങ് കൊക്കെയിൻ ആൻഡ് ആംഫിറ്റാമൈൻസ് ക്യാൻ കോസ് ദ ടിഷ്യൂസ് ഓഫ് ദ നോസ് അല്ലേ, ഈ നമ്മുടെ നോസിലെ ടിഷ്യൂസിന് ഡാമേജ് വരുത്താം. that can damage the tissues of the nose അല്ലേ, നമ്മുടെ നോസിലെ ടിഷ്യൂസ് ഡാമേജ് ആകാം. ആൻഡ് മരിജുവാന ആൻഡ് ടൊബാക്കോ സ്മോക്കിംഗ് ക്യാൻ കോസ് ലങ് ഡിസീസ് അല്ലേ, നമ്മുടെ ടൊബാക്കോ സ്മോക്കിംഗ്, പുകയില, ടൊബാക്കോ സ്മോക്കിംഗ് ആൻഡ് മരിജുവാന സ്മോക്കിംഗ്. ചില മയക്കുമരുന്ന് സ്മോക്കിങ്ങിന് ഉപയോഗിക്കും, ഈ സിഗരറ്റ് പോലെ അല്ലേ, അതുപോലെ ബീഡി പോലെയുള്ള സാധനത്തിനകത്ത് ചുരുട്ടി വെച്ചിട്ട് വലിക്കും. ചില കോളേജ് ക്യാമ്പസിൽ, ചില സ്കൂൾ ക്യാമ്പസിലൊക്കെ ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ കിട്ടും. അതിൻ്റെ പൊടികളൊക്കെ ചില കുട്ടികളിൽ നിന്നൊക്കെ പൊടികളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഈ സ്മോക്കിങ്ങിന് ഉപയോഗിക്കുന്നതാണ്. അതാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ വരുന്ന അതിലെ ഡിസീസ് പഠിച്ചു. പിന്നെ ഇപ്പോൾ പറഞ്ഞത് ഏതൊക്കെയാ, ചിലത് പറഞ്ഞത് ഏതൊക്കെയാ? സ്നിഫിങ് കൊക്കെയിൻ ആൻഡ് ആംഫിറ്റാമൈൻസ് ക്യാൻ ഡാമേജ് ദ ടിഷ്യൂസ് ഓഫ് ദ നോസ് ആൻഡ് മരിജുവാന ആൻഡ് ടൊബാക്കോ സ്മോക്കിംഗ് ക്യാൻ കോസ് ലങ് ഡിസീസസ് അല്ലേ. അപ്പോൾ ലങ്സ് കുറേ പാർട്സിലൊക്കെ ഡിസീസ് പഠിച്ചു. നെക്സ്റ്റ്, ഹെവി യൂസേഴ്സ് ഓഫ് ആൽക്കഹോൾ, ഓളറ്റൈൻ സോൾവെൻറ്റ്സ്, amphetamines or marijuana may find that their livers are permanently damaged. അപ്പോൾ ഈ ഡ്രഗ് അഡിക്ട്സിൻ്റെ എല്ലാ പാർട്ടും ഡാമേജ് ആകുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞത് ഏതാ? മരിജുവാന ആൻഡ് ടൊബാക്കോ സ്മോക്കിംഗ് ക്യാൻ കോസ് ലങ് ഡിസീസസ്. ഹെവി യൂസേഴ്സ് ഓഫ് ആൽക്കഹോൾ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നവർ. ഓളറ്റൈൻ സോൾവെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലതിങ്ങനെ കലക്കിയൊക്കെ കുടിക്കുന്നത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും, ഭയങ്കര ഒരു ഫീലിംഗ് ആയിരിക്കും. പിന്നെ അതെല്ലാം നമ്മുടെ ലിവറെല്ലാം പെർമനൻ്റ്ലി ഡാമേജ് ആക്കും. ഹെവി യൂസേഴ്സ് ഓഫ് ആൽക്കഹോളൊക്കെ ഭയങ്കരമായിട്ട് മദ്യപിക്കുന്നവരുടെ പെട്ടെന്ന് അഫക്റ്റ് ചെയ്യുന്ന അവരുടെ ലിവർ അടിച്ചു പോകും. ഹെവി യൂസേഴ്സ് ഓഫ് ആൽക്കഹോൾ, ഓളറ്റൈൽ സോൾവെൻറ്റ്സ്, amphetamines or marijuana may find that their livers are permanently damaged. Babies of women addicted to opiates are likely to be born addicted and suffer from withdrawal symptoms. ഓക്കെ, ചില സ്ത്രീകളാണെങ്കിൽ അവർ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ അവർ ഈ സെൻട്രൽ ഡ്രഗ്സിന് അഡിക്റ്റ് ആവും. സെൻട്രൽ ഡ്രഗ്സൊക്കെ യൂസ് ചെയ്ത് ഭയങ്കര ഫീലിങ്സ് കിട്ടി അതിന് അഡിക്റ്റ് ആവും. പിന്നെ ഇവർ പ്രസവിക്കുമ്പോഴേക്കും ആ ബോൺ ബേബി, ജനിച്ച കുഞ്ഞ് അപ്പോൾ ഈ അമ്മയുടെ ആ ഒരു അല്ലേ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ ഈ കുഞ്ഞ് സുഖമാണ്. ഈ ഫീലിങ്സ്, അമ്മ എടുക്കുന്ന എല്ലാ ഫീലിങ്സും എല്ലാ ഡ്രഗ്സും ഈ കുഞ്ഞിനും കിട്ടും. അതും വളരെ നല്ല ഫീലിങ്സ് ആയിട്ട് ഇതിനകത്തായിരിക്കും. അതിങ്ങോട്ട് പുറത്ത് വരുമ്പോഴേക്കും ആ കുഞ്ഞിന് ഡ്രഗ്സ് ആരും കൊടുക്കില്ല. അപ്പോഴേക്കും അത് വിഡ്രോവൽ സിംറ്റംസ് കാണിച്ചു തുടങ്ങും അല്ലേ. വെളിയിൽ വരുമ്പോഴേക്കും അതിന് പിന്നെ ഡ്രഗ്സ് കിട്ടുന്നില്ല. കിട്ടാതെ വരുമ്പോഴുണ്ടാകുന്ന ചില ഒരു ദേഷ്യവും ഒക്കെ വരില്ലേ. ഇപ്പം നിങ്ങൾക്കൊരു സാധനം നിങ്ങളുടെ വീട്ടുകാർ വാങ്ങിത്തരാമെന്ന് പറഞ്ഞു, എന്നിട്ട് നിങ്ങൾക്ക് അത് കിട്ടിയില്ല. അത് കിട്ടാതെ വരുമ്പോൾ നമുക്കങ്ങ് ഭയങ്കര ദേഷ്യവും സങ്കടവും ഒക്കെ കൂടെ ഒരു വല്ലാത്തൊരു ഫീലിങ്സ് ആയിരിക്കും. അതാണ് വിഡ്രോവൽ ഫീലിങ്സ് അല്ലേ. അപ്പോൾ ഈ കുഞ്ഞ് വിഡ്രോവൽ സിംറ്റംസ് കാണിക്കും. ഇനി ആ സെൻറ്റൻസ് ഒരു പ്രാവശ്യം കൂടെ നോക്കി. babies of women addicted to opiates. ഓപ്പിയം ഒരു മയക്കുമരുന്ന്, ഒരു ഡ്രഗാണ്. ബേബീസ് ഓഫ് വിമൻ അഡിക്റ്റഡ് ടു ഓപ്പിയേറ്റ്സ്, ഈ ഓപ്പിയേറ്റിന് അഡിക്റ്റഡ് ആയിട്ടുള്ള സ്ത്രീകളുടെ ബേബീസ് ഓഫ് വിമൻ അഡിക്റ്റഡ് ടു ഓപ്പിയേറ്റ്സ് ആർ ലൈക്ലി ടു ബി ബോൺ അഡിക്റ്റഡ്. ജനിക്കുമ്പോൾ തന്നെ അവർ ഈ ഡ്രഗിന് അഡിക്റ്റാണ്. അതാണ് ബോൺ അഡിക്റ്റഡ്. ആൻഡ് ടു സഫർ ഫ്രം വിഡ്രോവൽ സിംറ്റംസ്. ദീസ് ബോൺ ബേബീസ് they must show or they should show the withdrawal symptoms. They used to or they start to show withdrawal symptoms. Cocaine and amphetamines can cause hair to fall out. ഇങ്ങനെ കൊക്കൈനും ആംഫിറ്റാമൈൻസും ഡ്രഗ് യൂസ് ചെയ്യുന്നവരുടെ ഹെയറൊക്കെ പൊഴിഞ്ഞു പോകും. ഓക്കെ, cocaine and amphetamines can cause hair to fall out. Recent research has indicated that marijuana can damage cells
ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള റിസർച്ച് പറയുന്നത് ഈ മരീജുവാന യൂസ് ചെയ്ത് നമ്മുടെ സെൽസൊക്കെ ഡാമേജ് ആകാം. A drug user's way of life makes him more susceptible to pneumonia, tuberculosis, malnutrition, and weight loss. A drug user's way of life, ഇങ്ങനെ ഒരു ഡ്രഗ് യൂസറിൻ്റെ വേ ഓഫ് ലൈഫ്, അയാളുടെ ആ ഒരു രീതി മേക്സ് ഹിം മോർ സസെപ്റ്റിബിൾ എന്ന് പറഞ്ഞാൽ സസെപ്റ്റിബിൾ ടു നിമോണിയയ്ക്ക് വിധേയനാകാനുള്ള ചാൻസ് കൂടുതലാണ്. അതാണ് സസെപ്റ്റിബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് വിധേയനാകുക. മോർ സസെപ്റ്റിബിൾ ടു ന്യൂമോണിയ. ഇങ്ങനെ ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾക്കാർ ദേ ആർ മോർ സസെപ്റ്റിബിൾ ടു ന്യൂമോണിയ, ട്യൂബർക്കുലോസിസ്, മാൽന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ന്യൂട്രീഷൻ കുറഞ്ഞിരിക്കുക, ആൻഡ് വെയ്റ്റ് ലോസ്. അപ്പോൾ അവർക്ക് വെയ്റ്റ് ലോസ് ഉണ്ടാകാം, മാൽന്യൂട്രീഷൻ ഉണ്ടാകാം, ട്യൂബർക്കുലോസിസ് വരാം, ന്യൂമോണിയ. അപ്പോൾ വരാത്ത അസുഖങ്ങളൊന്നുമില്ല അല്ലേ, ഇനിയുണ്ട്. ഫൈനലി ആൻ ഓവർ ഡോസ് ഓഫ് എനി ഓഫ് ദ സെൻട്രൽ ഡ്രഗ്സ് ക്യാൻ ലീഡ് ടു റെസ്പിറേറ്ററി ഓർ കാർഡിയാക് ഫെയിലുവർ ആൻഡ് ഡെത്ത്. അങ്ങനെ ഈ ഡ്രഗ് യൂസ് ചെയ്ത് ഏതെങ്കിലും ഒരു ഓവർ ഡോസ് വരുമ്പോഴേക്കും overdose of any of the central drugs can lead to respiratory failure അല്ലെ, ശ്വാസതടസ്സം, ഓർ കാർഡിയാക് ഫെയിലുവർ അല്ലെ, ഹാർട്ട് സംബന്ധിച്ച ഒരു ഫെയിലുവർ, തകരാറ്, ആൻഡ് ഡെത്ത്. ഇപ്പോൾ ഹാർട്ട് അറ്റാക്കിന് പറയുന്ന നല്ല ഓമന പേരാണ് കാർഡിയാക് അറസ്റ്റ് അല്ലെ. കാർഡിയാക് അറസ്റ്റ്, ഹാർട്ടിന് ഒരു അറസ്റ്റ്, ഒരു സ്റ്റോപ്പ് ഉണ്ടാകുന്നു, ദെൻ ഹി മേ ലീഡ് ടു ഡെത്ത്. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഫിസിക്കൽ സിംറ്റംസ്, മെൻ്റൽ സിംറ്റംസ്, ദെൻ ഡ്രഗ് റിലേറ്റഡ് ഹെൽത്ത് ഡിസോർഡേഴ്സ്. പേജ് നമ്പർ 121, ലാസ്റ്റ് പാരഗ്രാഫ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഡ്രഗ് റിലേറ്റഡ് ഹെൽത്ത് ഡിസോർഡേഴ്സ്. മിക്കവാറും എല്ലാ ഹെൽത്തിലെ ഡിസോർഡേഴ്സ്, എല്ലാ ഡിസീസസും ഈ ഡ്രഗ് യൂസേഴ്സിന് വരുന്നുണ്ട്. നമുക്ക് ലാസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം. സെൻട്രൽ ഡ്രഗ്സ് അഫക്ട് ദ കെമിസ്ട്രി ഓഫ് ദ ബ്രെയിൻ സെൽസ്. ഈ സെൻട്രൽ ഡ്രഗ്സ് നമ്മുടെ ബ്രെയിനിലെ കെമിസ്ട്രി ഓഫ് അവർ ബ്രെയിൻ സെൽസ് അഫക്റ്റ് ചെയ്യുന്നു. സെൽ ഫങ്ഷൻ ഈസ് ക്യാരിഡ് ഔട്ട് ബൈ തൗസൻഡ്സ് ഓഫ് എൻസൈംസ് ആക്ടിങ് വിത്തിൻ ഈച്ച് സെൽ. ഓരോ സെല്ലും തൗസൻഡ്സ് ഓഫ് എൻസൈം ആക്ട് ചെയ്യുന്നത് കാരണമാണ് നമ്മുടെ സെൽ ഫങ്ഷൻ ചെയ്യുന്നത്. Depending on how the cell chemistry adds up, the cell either reinforces or shifts the dominance of cell pathways and hookups. അപ്പോൾ ഈ നമ്മുടെ ഈ സെല്ലിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊക്കെ പ്രവർത്തനങ്ങളിലൊക്കെ തകരാറ് വരുന്നു. Each exposure of the cells to psychoactive drugs somehow alters their chemistry. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഒരു സെൻറ്റൻസ് പറയാം. എന്താ? The drugs alters the chemical functions of our cells. അപ്പോൾ നമ്മുടെ സെല്ലിൻ്റെ ഫങ്ഷനെല്ലാം തകരാറിലാക്കുന്നു. ഈച്ച് എക്സ്പോഷർ ഓഫ് ദ സെൽസ് ടു സൈക്കോ ആക്റ്റീവ് ഡ്രഗ്സ് സംഹൗ ഓൾട്ടേഴ്സ് ദെയർ കെമിസ്ട്രി. ടോക്സിക് കെമിക്കൽസ് ക്യാൻ ഈസിലി അപ്സെറ്റ് ദ ഡെലിക്കേറ്റ് കെമിക്കൽ ബാലൻസ് ഓഫ് ദ ബ്രെയിൻസ് ഇൻട്രിക്കേറ്റ് സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇൻട്രിക്കേറ്റ് സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള നമ്മുടെ ബ്രെയിനിലെ കമ്മ്യൂണിക്കേഷൻ എല്ലാം തകരാറിലാകുന്നു. ദേ മേ ഓൾസോ ഡാമേജ് സെൽ ടിഷ്യൂ. അപ്പോൾ സെല്ലിൻ്റെ ഫങ്ഷൻ ഡാമേജ് ആകാം, പിന്നെ സെൽ ടിഷ്യൂ ഡാമേജ് ആകുന്നുണ്ട്. ദെൻ ഇൻട്രിക്കേറ്റ് സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ, ആ വേർഡ്സ് മാത്രം ജസ്റ്റ് അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. ഇൻട്രിക്കേറ്റ് സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ അവർ സെൽ ടിഷ്യൂ ഡാമേജ് ആകുന്നു, സെൽ ഫങ്ഷൻ ഡാമേജ് ആകുന്നു. ടോക്സിക് ഇഫക്ട്സ് മേ ബി ട്രാൻസിറ്ററി ഓർ പെർമനൻറ്റ് ഡിപ്പെൻഡിങ് ഓൺ ദ സെൽ ഡാമേജ്. സെൽ ഡാമേജ് അനുസരിച്ച് നമ്മുടെ ബ്രെയിനിൻ്റെ ആ ഒരു ഡാമേജ് എന്ന് പറയുന്നത് ദാറ്റ് മേ ബി ട്രാൻസിറ്ററി ഓർ പെർമനൻറ്റ്. പെർമനൻ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, സ്ഥിരമായിട്ടുള്ളത്. ട്രാൻസിറ്ററി മീൻസ് ടെമ്പററി. നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഡ്രഗ്സിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ സെൽ ഫങ്ഷൻ, ബ്രെയിൻ ഫങ്ഷൻ പെർമനൻ്റ് ആയിട്ട് ഡാമേജ് ആവുമോ അതോ ടെമ്പററി ഡാമേജ് ആവുമോ. ലാസ്റ്റ് പാരഗ്രാഫ്, ദിസ് ആർട്ടിക്കിൾ ഫോക്കസസ് ഓൺ ദ ഇഫക്ട്സ് ഓഫ് ഡ്രഗ്സ് ഓൺ ദ ബ്രെയിൻ. ഇഫക്ട്സ് ഓഫ് ഡ്രഗ് ഓൺ ദ ബ്രെയിൻ ആണ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് അല്ലേ. ബ്രെയിനിൽ ഈ സെൻട്രൽ ഡ്രഗ്സിൻ്റെ ഇഫക്റ്റ് എങ്ങനെയൊക്കെ സംഭവിക്കുന്നു.
This is not to minimize their effects on other parts of the body, for these can sometimes be more debilitating. Debilitating എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഒന്ന് മാറി 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 വന്നുകൊണ്ടിരിക്കും. Damage to the brain, however, is the most subtle, most often unrecognized, and least understood consequences of drug abuse. Damage to the brain, നമ്മുടെ ബ്രെയിൻ ഉണ്ടാകുന്ന ഡാമേജാണ് ദറ്റ് ഈസ് ദ മോസ്റ്റ് സബ്റ്റിൽ, ക്ലിയർ, മോസ്റ്റ് ഓഫൺ അൺറിക്കഗ്നൈസ്ഡ്, പലപ്പോഴും നമ്മൾ റിക്കഗ്നൈസ് ചെയ്യാതെ പോകുന്നത്, ആൻഡ് ലീസ്റ്റ് അണ്ടർസ്റ്റുഡ് കോൺസിക്വൻസ് ഓഫ് ഡ്രഗ് അബ്യൂസ്. ഡ്രഗ് അബ്യൂസ് ഓർ ഡ്രഗ് യൂസ് ചെയ്യുന്നവർ നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ് ഈ ഡ്രഗ് അത് ഡാമേജ് ആക്കുന്നത് നമ്മുടെ ബ്രെയിൻ സെൽസിനെ ആണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ആർട്ടിക്കിൾ, ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് ബൈ ഹാർഡിൻ ബി ജോൺസ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഞാൻ പറഞ്ഞ പോയിൻറ്റ്സും മാത്രം പഠിക്കുക. ആ പോയിൻറ്റ്സ് നിങ്ങൾക്ക് സ്പീച്ചായിട്ട് ചോദിച്ചാൽ എഴുതാം, എസ്സേ ആയിട്ട് എഴുതാം, ആർട്ടിക്കിളായിട്ട് എഴുതാം. അപ്പോൾ ഇതിൽ എഴുതാവുന്ന കാര്യങ്ങൾ, പിന്നെ ഫിസിക്കലായിട്ട് എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാക്കുന്നു, മെൻ്റലായിട്ട് എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാകുന്നു ഡ്രഗ് യൂസ് ചെയ്യുമ്പോൾ, പിന്നെ ഹെൽത്ത് ഡിസോർഡേഴ്സ് എന്തൊക്കെയാണ്, അങ്ങനെ 3 കാര്യങ്ങളാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുക. അപ്പോൾ ഇതിൽ സെയിം സെൻറ്റൻസ് തന്നെ പഠിക്കുക. നല്ലൊരു സെൻറ്റൻസ് ഇൻട്രൊഡക്ഷനായിട്ട് എഴുതാൻ വേണ്ടി 1-2 സെൻറ്റൻസ് ഒരു ഇൻട്രൊഡക്ടറി പാരഗ്രാഫിന് ടെക്സ്റ്റിൽ സെയിം ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 1-2 സെൻറ്റൻസ് അല്ലെങ്കിൽ നിങ്ങളുടേതായ സെൻറ്റൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ജനറലായിട്ട് ഈ ലെസൺ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഒന്നുകിൽ 8 മാർക്സിന് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ ഒരു റൈറ്റപ്പായിട്ട് 6 മാർക്സ് അല്ലെങ്കിൽ 5 മാർക്സിന് എന്തായാലും കാണും. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഫോക്കസ് ഏരിയ ആണെന്നോ നോൺ ഫോക്കസ് ഏരിയ ആണെന്നോ ഒന്നും നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ട. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് അറിയാവുന്ന ലെസൺസ്. ഇപ്പോൾ ഫോക്കസ് ഏരിയ വരുന്നതിന് മുമ്പേ ടീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് എല്ലാ ലെസൺസും പഠിപ്പിച്ചല്ലോ. അപ്പോൾ അതുവരെ പഠിപ്പിച്ചത് വെച്ച് നമുക്ക് അത്രയും പഠിക്കുക. പിന്നെ ഇനി പഠിപ്പിക്കുന്നതനുസരിച്ച് നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് പഠിച്ചെടുക്കുക കേട്ടോ. അല്പം പോലും നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യാതെ പഠിച്ചെടുക്കുക. ഇനി ഈ ലെസൺ ബേസ് ചെയ്ത് വരുന്ന മറ്റു ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ നോക്കിയേ. ഞാൻ പറഞ്ഞ സ്ലോഗൻസ് അല്ലെങ്കിൽ പോസ്റ്റർ അല്ലെങ്കിൽ സിമ്പിൾ നോട്ടീസ് നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറയട്ടെ, ഒന്ന് സ്പീഡായിട്ട് ഒന്ന് നോക്കിക്കോളൂ. അത് ലീവ് ഡ്രഗ്, ലീവ് ലൈഫ്. ലീവ്, LEAVE, ലീവ്, ദാറ്റ് മീൻസ് ഗിവ് അപ്പ്, കളയുക, ഉപേക്ഷിക്കുക. ലീവ് ഡ്രഗ്, ഡ്രഗ് ഉപേക്ഷിക്കൂ. ലീവ് ലൈഫ്, LIVE, ജീവിതം ജീവിക്കൂ. നെക്സ്റ്റ്, ഡോണ്ട് ഹഗ് ദ ഡ്രഗ്. ഡോണ്ട് ഹഗ് ദ ഡ്രഗ്, ഡ്രഗിനെ നമ്മൾ ഹഗ് ചെയ്യേണ്ട. മറ്റൊന്ന്, ഡ്രഗ് അഡിക്ഷൻ, എൻഡ്ലെസ് അഫ്ലിക്ഷൻ. ഡ്രഗ് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എൻഡ്ലെസ് അഫ്ലിക്ഷൻ. അഫ്ലിക്ഷൻ മീൻസ് ഗ്രേറ്റ് സഫറിങ്. ഓക്കെ, അത് നോട്ട് ചെയ്യുക. ദെൻ ടെക്സ്റ്റിൽ നോക്കിക്കോളൂ, പേജ് നമ്പർ 124. അതിൽ പാരഗ്രാഫ് റൈറ്റിങ്ങിന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. Describe the mental as well as physical impacts of drug abuse. Then do you think that the addiction to drugs will destroy not only the addicted but the entire humanity? Justify your answer with a special reference to the modern context. ഇങ്ങനെ ഒരു ഡ്രഗ് അഡിക്റ്റ് അയാൾ ഇൻഡിവിജ്വലായിട്ടാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്, അതോ ഫാമിലിക്ക് നഷ്ടമുണ്ടാകുന്നു, സൊസൈറ്റിക്ക് നഷ്ടമുണ്ടാകുന്നു? അത് നിങ്ങളുടെ ആൻസർ ജസ്റ്റിഫൈ ചെയ്യുക. അങ്ങനെ പറയുന്നതിന് നമുക്ക് യൂസ് ചെയ്യാവുന്ന നല്ലൊരു പോയിൻ്റാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നല്ലൊരു കോട്ടാണ് ഷെല്ലി ലൂയിസിൻ്റെ വേർഡിങ്സ്. അത് നോട്ട് ചെയ്തേക്കാം. അഡിക്ഷൻ ഈസ് എ ഫാമിലി ഡിസീസ്. അഡിക്ഷൻ ഈസ് എ ഫാമിലി ഡിസീസ്. ഒരാൾ അഡിക്റ്റ് ആയാലും അതൊരു ഫാമിലി ഡിസീസാണ് കേട്ടോ. അഡിക്ഷൻ ഈസ് എ ഫാമിലി ഡിസീസ്. One person may use, but the whole family suffers. നോട്ട് ചെയ്ത് എഴുതി വെച്ചേക്കാം. അഡിക്ഷൻ ഈസ് എ ഫാമിലി ഡിസീസ്. One person may use, but the whole family suffers. നമ്മളിപ്പോൾ സ്കൂളിലാണെങ്കിൽ ഈ ഒരു ലെസൺ എനിക്കൊന്നൊരു 2-3 ക്ലാസ് ആയിട്ടാണ് നമ്മൾ തീർക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഒറ്റ ക്ലാസ്സിൽ തന്നെ ഞാനങ്ങ് പറഞ്ഞ് തീർക്കുകയാണ്. കാരണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറെ നമുക്ക് നോക്കാം കേട്ടോ. പിന്നെ ചോദിക്കാവുന്ന ഫോർ ആൻഡ് എഗെയിൻസ്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഡ്രഗ് അബ്യൂസിനെ കുറിച്ച് ഏതെങ്കിലും ഒരു പോയിന്റ് പറഞ്ഞിട്ട് അതിനെ സപ്പോർട്ട് ചെയ്ത് ഒപ്പോസ് ചെയ്തിട്ട്.
ദെൻ പേജ് നമ്പർ 124, ലെറ്റർ ഓഫ് എൻക്വയറി. സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ലെറ്റർ ഇമെയിൽ, പേഴ്സണൽ ലെറ്റർ, ഒഫീഷ്യൽ ലെറ്റർ, ലെറ്റർ ടു ദ എഡിറ്റർ, അനദർ ഫോം ഓഫ് ലെറ്റർ, ലെറ്റർ ഓഫ് എൻക്വയറി. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ഒരു ടൂർ പോകുന്നെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ദൂരെ ഒരു സ്ഥലത്ത് നിങ്ങൾ ടൂർ പോകുന്നതിനോടൊപ്പം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അവിടെ ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ISRO നമ്മൾ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ തിരുവനന്തപുരം നിങ്ങൾ ടൂർ വരികയാണെങ്കിൽ തിരുവനന്തപുരത്ത് ഒത്തിരി സ്ഥലം കണ്ടതിന് ശേഷം ISRO വിസിറ്റ് ചെയ്യാം. അപ്പോൾ ISRO വിസിറ്റ് ചെയ്യാൻ നേരെ അങ്ങ് പോയാൽ ചിലപ്പോൾ പെർമിഷൻ കിട്ടില്ല. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു പെർമിഷൻ ലെറ്റർ അവർക്ക് കൊടുക്കും. ലെറ്റർ ഓഫ് എൻക്വയറി. നമ്മൾ അവിടെ ഇന്ന ഡേറ്റിൽ നമ്മൾ വരാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അവിടെ ഏത് സമയമാണ് വിസിറ്റിംഗ് ടൈം, അവിടെ പാസ് ഉണ്ടോ, അല്ലേ, ഫീസ് അടയ്ക്കണോ, എന്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, അങ്ങനെ കുറേ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എൻക്വയറി നടത്തുന്നതാണ് ലെറ്റർ ഓഫ് എൻക്വയറി. അപ്പോൾ അതിന് നല്ലൊരു മോഡലാണ് പേജ് നമ്പർ 125 നല്ലൊരു മോഡൽ ആൻസർ തന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാനും ഒരു ആൻസർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കഴിഞ്ഞ വർഷം. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക, സുനിതാസ് ഫേവറേറ്റ് വേർഡ് ലെറ്റർ ഓഫ് എൻക്വയറി. കിട്ടുമോയെന്നറിയില്ല, ഇല്ലെങ്കിൽ ഒരെണ്ണം അപ്ലോഡ് ചെയ്ത് തരാം കേട്ടോ, മറന്നുപോയി, നോക്കിക്കോളൂ. അല്ലെങ്കിൽ ഇത് തന്നെയാണ് ഒരു മോഡൽ ആൻസർ. ഓക്കെ. പിന്നെ പേജ് നമ്പർ 126 നമ്മൾ പെർമിഷൻ അല്ലെങ്കിൽ ഇൻഫർമേഷൻ, അഡ്വൈസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള സെൻറ്റൻസ് ഒക്കെയാണ്. രണ്ടോ അഡ്വൈസ് നോക്കിയേ. അഡ്വൈസ് 3, ഗിവിങ് അഡ്വൈസ്. യു ഹാഡ് ബെറ്റർ, യു കുഡ്, വൈ ഡോണ്ട് യു, ഐ വുഡ് അഡ്വൈസ്, ഇഫ് ഐ വെയർ യു, ഐ വുഡ് റെക്കമെൻഡ് എന്ന് പറഞ്ഞാൽ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിച്ചു. അയാൾക്ക് ആ ഡ്രഗ് അഡിക്ഷനിൽ നിന്ന് മാറുന്നതിന് വേണ്ടി ഒരു 3 സജഷൻസ് കൊടുക്കൂ, അല്ലെങ്കിൽ ഒരു 3 അഡ്വൈസ് ചോദിച്ചാൽ നമുക്ക് എന്തൊക്കെ പറയാം? യു ഷുഡ് കൺസൾട്ട് എ ഡോക്ടർ, യു ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ. ഷുഡ്, വുഡ്, കുഡ്, had better plus base form of the verb. Had better plus base form of the verb. കേട്ടോ, had betterനോടൊപ്പം base form of the verb ആണ് യൂസ് ചെയ്യുന്നത്. You should consult a doctor. You should seek the help of a counselor. Why don't you വെച്ചൊരു സെൻറ്റൻസ് പറഞ്ഞോളൂ, അല്ലെങ്കിൽ why don't you വെച്ചൊരു അഡ്വൈസ് അല്ലെങ്കിൽ ഒരു സജഷൻ പറയൂ. ഇത് സെയിം കാര്യത്തിന് തന്നെ. ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് എങ്ങനെ ചോദിക്കും, ബിഗിൻ ദ സെൻറ്റൻസ് വിത്ത് why don't you, I should, I think. അപ്പോൾ ഇങ്ങനെ why don't you, why don't you seek the help of a counselor, why don't you consult a doctor, why don't you go to a rehabilitation center. ഇങ്ങനെ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് അവരെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു സെൻ്ററാണ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ, പുനരധിവാസ കേന്ദ്രം. അങ്ങോട്ട് പോയാൽ എന്താ, അല്ലേ, യു ഷുഡ് ഗോ ടു എ റീഹാബിലിറ്റേഷൻ സെൻറ്റർ. അപ്പോൾ അങ്ങനെ, ഇഫ് ഐ വെയർ യു, ഞാനാണ് നിൻ്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ, ഇഫ് ഐ വെയർ യു, ഐ ഷുഡ് കൺസൾട്ട് എ ഡോക്ടർ. ഇഫ് ഐ വെയർ യു, ഐ ഷുഡ് കൺസൾട്ട് എ കൗൺസിലർ. അല്പം സമയം ലേറ്റ് ആകുന്നെങ്കിലും ഒന്ന് കുറച്ച് കാര്യങ്ങളൂടെ പറയാം. ഐ വുഡ് അഡ്വൈസ്, ഇഫ് ഐ വെയർ യു, യു കുഡ്, യു ഹാഡ് ബെറ്റർ, ഇങ്ങനെയൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഹാഡ് ബെറ്റർ പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ്. could, should, would plus base form of the verb. അതുപോലെ തന്നെ ലാസ്റ്റ് മേക്കിംഗ് സജഷൻസും ഉണ്ട്. ആക്ടിവിറ്റി 5 ഗിവിങ് അഡ്വൈസ്. കണ്ടോ, ഗിവിങ് അഡ്വൈസ് ഒക്കെയാണ്. ആക്ടിവിറ്റി 6 പേജ് നമ്പർ 128 സെമിനാർ. കുറേ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൻ്റെ ക്ലിപ്പിങ്സ് ഒക്കെ തന്നിട്ടുണ്ട്. അതിനുശേഷം ടിപ്സ് ടു പ്രിപ്പയർ എ സെമിനാർ പേപ്പർ. കണ്ടോ, പേജ് നമ്പർ 129 സെമിനാർ പേപ്പർ എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യും. സെമിനാർ പേപ്പർ പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏതിനെക്കുറിച്ചാണോ ചോദിക്കുന്നത് അതിനെക്കുറിച്ചൊരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു എസ്സേ പോലെ എഴുതുന്നതാണ്. ഒരു ഹെഡിങ് കൊടുക്കുക, കണ്ട ഒരു ടൈറ്റിൽ കൊടുക്കുക. ദാറ്റ് ടൈറ്റിൽ ഷുഡ് ബി ബ്രീഫ്, കാച്ചി ആൻഡ് ഇഷ്യൂ ഫോക്കസ്ഡ്. ദെൻ നെക്സ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ്, പിന്നെ നമ്മൾ വേണ്ട കാര്യങ്ങളൊക്കെ കൊടുക്കുക, പിന്നെ കൺക്ലൂഷൻ, റെഫറൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എഴുതുക. അങ്ങനെ ഒരു സെമിനാർ, ചിലപ്പോൾ സെമിനാറിൻ്റെ റിപ്പോർട്ട് എഴുതാനും ചോദിക്കാം. നമ്മുടെ സ്കൂളിൽ ഇങ്ങനെ ഒരു ഡ്രഗ് അബ്യൂസിൻ്റെ ഒരു അവയർനെസ് നടത്തുന്നതിന് വേണ്ടി ഒരു സെമിനാർ നടന്നു. പ്രിപ്പയർ എ റിപ്പോർട്ട് ഓഫ് ദ സെമിനാർ, അങ്ങനെയും ചോദിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ ഞാൻ തന്നിട്ടുണ്ട്. റിപ്പോർട്ട് ഓഫ് എ പ്രോഗ്രാം എന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും. ഓക്കെ, അത്രയേ ഉള്ളൂ. പിന്നെ എഡിറ്റിങ്ങിൻ്റെ ചില ക്വസ്റ്റ്യൻസ്, അത്രയേ ഉള്ളൂ ഈ ലെസൺ. ഒത്തിരി ടൈമായി, അല്പസമയം കൂടുതലായി.
സാരമില്ല. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഞാൻ ക്ലിയർ ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. സോ ലെറ്റ്സ് മീറ്റ് അഗെയിൻ നെക്സ്റ്റ് മൺഡേ അറ്റ് 9 PM അല്ലേ? നെക്സ്റ്റ് മൺഡേ 9 PM ഒരു സിമ്പിൾ ഏതെങ്കിലും ഒരു ലെസൺ കൂടെ എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂണിറ്റ് 3 റിവിഷൻ നടത്താം. ഇപ്പോൾ യൂണിറ്റ് 2 എനിക്ക് തോന്നുന്നു യൂണിറ്റ് 1 ഞാൻ പഠിക്കാൻ നിങ്ങൾക്ക് ഒരാഴ്ച തന്നു. അത് കഴിഞ്ഞ് യൂണിറ്റ് 1ൻ്റെ ടെസ്റ്റ് പേപ്പർ നടത്തി. കഴിഞ്ഞ ആഴ്ച ഞാൻ യൂണിറ്റ് 2 റിവിഷൻ നടത്തി. ഒരാഴ്ച നിങ്ങൾക്ക് തന്നതിന് ശേഷം സാറ്റർഡേ യൂണിറ്റ് 2 യൂണിറ്റ് 2 ടെസ്റ്റ് പേപ്പർ ആയിരുന്നു. ഇനി ഈ ഒരാഴ്ചയും ഞാൻ യൂണിറ്റ് 1 and 2 പഠിക്കാൻ തരികയാണ്. നെക്സ്റ്റ് സാറ്റർഡേ ടെസ്റ്റ് പേപ്പർ ആൻഡ് യൂണിറ്റ് 1 and 2. നെക്സ്റ്റ് സാറ്റർഡേ ടെസ്റ്റ് പേപ്പർ ഉണ്ട് യൂണിറ്റ് 1 and 2 അറ്റ് 6 PM. നെക്സ്റ്റ് സാറ്റർഡേ 6 PM നമുക്ക് ടെസ്റ്റ് പേപ്പറാണ് യൂണിറ്റ് 1 and 2. ആ 2 യൂണിറ്റും പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു മനസ്സമാധാനം തോന്നും. ഒന്നുമില്ലെങ്കിൽ ഇംഗ്ലീഷിന് 2 യൂണിറ്റ് ഞാൻ പഠിച്ചു അല്ലേ? 2 യൂണിറ്റ് ഞാൻ പഠിച്ചു. 2 യൂണിറ്റിൽ എന്തൊക്കെയോ എനിക്കറിയാം എന്നൊരു സമാധാനം കിട്ടും, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ആ 2 യൂണിറ്റും പഠിക്കുക കേട്ടോ. ആ 2 യൂണിറ്റും നന്നായി പഠിക്കുക. നെക്സ്റ്റ് സാറ്റർഡേ ഈ 2 യൂണിറ്റും ചേർന്നുള്ള ഒരു ടെസ്റ്റ് പേപ്പറാണ്. പിന്നെ യൂണിറ്റ് 1 and 2ൻ്റെ ടെസ്റ്റ് പേപ്പറിൻ്റെ ആൻസേഴ്സ് പലരും മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടി ഞാൻ അതിൽ ആൻസർ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. 2 ദിവസത്തിനകം ആ ആൻസർ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ആൻസർ തരാം. നിങ്ങൾ നെക്സ്റ്റ് സാറ്റർഡേ ഈ വരുന്ന സാറ്റർഡേ ഒരു ടെസ്റ്റ് പേപ്പറിനൂടെ യൂണിറ്റ് 1 and 2 റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അത് ഞാൻ സാറ്റർഡേ 6 o'clock ആയിരിക്കും കേട്ടോ. നെക്സ്റ്റ് ടെസ്റ്റ് പേപ്പർ ഓൺ യൂണിറ്റ് 1 and 2 അറ്റ് 6 PM ഓൺ സാറ്റർഡേ. അപ്പോൾ അതിന് വേണ്ടി നന്നായിട്ട് പഠിക്കുക. പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. 2 യൂണിറ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു നല്ലൊരു പ്ലാനോടെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. നിങ്ങളത് ഫോളോ ചെയ്യുക. ഷുവറായിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഇപ്രാവശ്യം കിട്ടണം. ഓക്കെ, കിട്ടും. നല്ല മാർക്ക് എല്ലാവർക്കും കിട്ടും. അപ്പോൾ ഇനി പലരും അടുത്ത ക്ലാസ്സിന് ഞാൻ ഏതാ എടുക്കേണ്ടതെന്ന് ഇതും നിങ്ങൾ മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ ഈ ക്ലാസ് ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. വീഡിയോയുടെ താഴെ അത് അപ്ലോഡ് ആയതിനു ശേഷം മെസ്സേജ് ചെയ്യൂ. അതിലേറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഏതാണോ ആവശ്യം അത് നോക്കിയിട്ട് അത് നെക്സ്റ്റ് മൺഡേ എടുത്തു തരാം കേട്ടോ. ഇപ്പോൾ വെൻ എ സാപ്ലിംഗ് വേണോ, ദിസ് ഈസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ്, ആ ഒരു സിമ്പിൾ പോയം വേണോ, യൂണിറ്റ് 3 റിവിഷൻ വേണോ, ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് ഇത് വീഡിയോ ആയി അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിലെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യൂ. ഞാൻ പിന്നെ നാളെ സ്കൂളിൽ വെച്ച് നോക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ക്ലാസ് എടുക്കാം കേട്ടോ. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ഗുഡ് ലക്ക്.